morning dear students. എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? അപ്പോൾ നമുക്ക് ഇന്ന് ബേസിക്സ് പഠിച്ചാലോ? നമ്മൾ എന്നും ഫുഡ് കഴിക്കാറുണ്ടല്ലോ. എന്തിനു വേണ്ടി നമ്മൾ എന്നും ഫുഡ് കഴിക്കുന്നത്? നമുക്ക് നല്ല എനർജി കിട്ടാനും നല്ല ഹെൽത്തിന് വേണ്ടി എന്നും ഫുഡ് കഴിക്കുന്നത് അല്ലേ? അതുപോലെ പ്ലാന്റ്സിന് നല്ല എനർജി ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ പ്ലാന്റ്സ് വളരുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് എങ്ങനെ പ്ലാന്റ്സിന് ഫുഡ് കിട്ടുന്നത് എന്ന് നമുക്ക് പഠിക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഫുഡ് ഫോർ പ്ലാന്റ്സ്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ഫുഡ് ഫോർ പ്ലാന്റ്സ്. ഫുഡ് ഫോർ ഓൾ. We all need energy to grow tall, to play and to do our daily chores. We eat fruits and vegetables to get energy. അപ്പം നമുക്ക് വളരാനും അതുപോലെ കളിക്കാനും നമ്മുടെ ഡെയിലി ജോലികളൊക്കെ ചെയ്യാൻ എന്താവശ്യമാണ്? എനർജി ആവശ്യമാണല്ലേ? അപ്പം നമുക്ക് കളിക്കാനായാലും വളരാനായാലും അതുപോലെ ഡെയിലി ജോലി ചെയ്യാനൊക്കെ എനർജി ആവശ്യമാണ്. ഈ എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? We eat fruits and vegetables to get energy. ഈ എനർജി കിട്ടാനായിട്ട് നമ്മൾ എന്ത് കഴിക്കുന്ന? ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നു. ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും അല്ലേ? We all need energy to grow tall, to play and to do daily our chores. We eat fruits and vegetables to get energy. അപ്പോൾ നമുക്ക് വളരാനും അതുപോലെ കളിക്കാനും ഡെയിലി ജോലികളൊക്കെ ചെയ്യാൻ എന്താവശ്യമാണ്? എനർജി ആവശ്യമാണ്. ഈ എനർജി നമുക്ക് എവിടെയാണ് കിട്ടുന്നത്? ഈ എനർജി നമുക്ക് കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ് നമുക്ക് ഈ എനർജി കിട്ടുന്നത്. But have you ever thought from where tall and strong trees get energy? പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ചുറ്റും കുറെ വലിയ മരങ്ങളുണ്ടല്ലേ? ഈ മരങ്ങൾക്ക് എവിടെ നിന്നാണ് എനർജി കിട്ടുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? We have never seen them standing in a queue at a billing counter of a supermarket getting their food items billed. Plants don't cook delicious food like your mummy in the kitchen. നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല ഈ പ്ലാന്റ്സ് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ബില്ലിംഗ് കൗണ്ടറിൽ പോയി ക്യൂ നിന്ന് അവരുടെ ഫുഡ് ഐറ്റംസ് ബില്ല് ചെയ്ത് നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ പ്ലാന്റ്സിലേക്ക് നിൽക്കുന്നത്? ഇല്ല. അവരൊരിക്കലും അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ബില്ലിംഗ് കൗണ്ടറിന്റെ മുന്നിൽ പോയി ക്യൂ നിന്ന് അവരുടെ ഫുഡ് ഐറ്റംസ് ഒന്നും ബില്ല് ചെയ്തില്ല അല്ലേ? അവരെന്താ? പ്ലാന്റ്സ് ഡോണ്ട് കുക്ക് ഡിലീഷ്യസ് ഫുഡ് ലൈക്ക് യുവർ മമ്മി ഇൻ ദ കിച്ചൺ. നമ്മുടെ മമ്മി കിച്ചണിൽ ഉണ്ടാക്കുന്ന പോലെ നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള സ്വാദുള്ള ഭക്ഷണം ഒന്നും തന്നെ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നില്ല. Plants produce their own food to get energy and hence are called producers. Plants എന്ത് ചെയ്യുന്നു? Plants produce ചെയ്യുന്നത് their own food to get energy and hence are called producers. Plants അവർക്ക് വേണ്ടി സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു. പ്ലാന്റ്സ് എനർജി കിട്ടാൻ വേണ്ടി സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് അവർ എന്തെന്ന് പറയും? പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയും, ഉത്പാദകർ എന്ന് പറയുന്നു. Plants produce their own food to get energy and hence are called producers. Plants എന്ത് ചെയ്യുന്ന? Plants produce ചെയ്യുന്നു. Plants produce their own food to get energy and hence are called producers. Plants അവർക്ക് എനർജി കിട്ടാൻ വേണ്ടി സ്വന്തമായിട്ട് ഫുഡ് ഉത്പാദിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിനെ എന്തെന്ന് പറയും? പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയും, ഉത്പാദകർ എന്ന് പറയുന്നു. Let us see ingredients required to make a plant food. Plants need carbon dioxide, water, minerals and energy from sunlight. പ്ലാന്റ്സിന് ഫുഡ് ഉണ്ടാക്കാൻ എന്ത് വേണം? ചില ഇൻഗ്രീഡിയൻസ് ആവശ്യമാണ്. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? പ്ലാന്റ്സ് നീഡ് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, മിനറൽസ് ആൻഡ് എനർജി ഫ്രം സൺലൈറ്റ്. സൺലൈറ്റിൽ നിന്നുള്ള എനർജി, അതുപോലെ മിനറൽസ്, വാട്ടർ, കാർബൺ ഡയോക്സൈഡ്, ഇത്രയും കാര്യങ്ങൾ എന്തിനു വേണം? പ്ലാന്റ്സിന് ഫുഡ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമാണ്. എന്തൊക്കെയാണ്? പ്ലാന്റ്സ് നീഡ് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, മിനറൽസ് ആൻഡ് എനർജി ഫ്രം സൺലൈറ്റ്. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള എനർജി, അതുപോലെ ധാതുക്കള്, വാട്ടർ, ജലം, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയവർക്ക് എന്തിനു വേണം? പ്ലാന്റ്സിന് ഫുഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ എന്താണ്? പ്ലാന്റ്സ് സ്വന്തമായിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. പ്ലാന്റ്സ് പ്രൊഡ്യൂസ് their own food to get energy and hence are called producers. പ്ലാന്റ്സ് എന്ന് പറയുന്നത് എനർജിക്ക് വേണ്ടി സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിനെ എന്ന് പറയും? പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയും, ഉത്പാദകർ എന്ന് പറയുന്നു.
Plants produce their own food to get energy and hence are called producers. Plants എന്ത് ചെയ്യുന്നു? Plants എനർജിക്ക് വേണ്ടി സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് പ്ലാന്റ്സിനെ ഉൽപാദകർ എന്ന് പറയുന്നു. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? Plants need carbon dioxide, water, minerals and energy from sunlight. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള എനർജി, വാട്ടർ, ധാതുക്കള്, മിനറൽസ്, അതുപോലെ കാർബൺ ഡയോക്സൈഡ് എന്നിവയൊക്കെ എന്തിനു വേണം? പ്ലാന്റ്സിന് ഫുഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് പ്ലാന്റ്സിന് ഫുഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്? Plants need carbon dioxide, water, minerals and energy from sunlight. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള എനർജി, മിനറൽസ് ധാതുക്കള്, വാട്ടർ ജലം, കാർബൺ ഡയോക്സൈഡ് ഇത്രയും കാര്യങ്ങൾ എന്തിനു വേണം? പ്ലാന്റ്സിന് ഫുഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി നമുക്ക് പ്ലാന്റ്സിന്റെ പാർട്ട് ഏതൊക്കെയാണ് നോക്കാം. പാർട്സ് ഓഫ് പ്ലാന്റ്സ്. ഒരു പ്ലാന്റിന് ഏതൊക്കെ ഭാഗങ്ങളുണ്ടെന്ന് നമുക്ക് പഠിക്കാം. Have a walk in the garden and observe plants. What do you see? Have a walk in the garden and observe plants. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വീട്ടില് ഗാർഡൻ ഇല്ലേ എല്ലാവരുടെ വീട്ടില്? അപ്പൊ എല്ലാവരുടെ വീട്ടിൽ ഗാർഡൻ ഉണ്ടല്ലേ? ആ ഗാർഡനിൽ ചെന്നിട്ട് നിങ്ങൾ ഒരു പ്ലാന്റിനെ ഒന്ന് ഒബ്സർവ് ചെയ്യണം. ആ ഒരു പ്ലാന്റിനെ എന്ത് ചെയ്യണം? നിരീക്ഷിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? വാട്ട് ഡു യു സീ? നിങ്ങൾ ആ പ്ലാന്റിനെ നിരീക്ഷിക്കുന്നത് എന്തൊക്കെ കാണാൻ പറ്റും? ഒരു പ്ലാന്റിനെ നോക്കുമ്പോ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? എല്ലാവരും പറഞ്ഞേ. ലീവ്സ് കാണാം അല്ലേ? ഇലകൾ കാണാം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കാണാൻ പറ്റും? പ്ലാന്റിനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാം? ലീവ്സ് കാണാം അല്ലേ? ഇലകൾ കാണാം. പ്ലാന്റിൽ എന്തുണ്ട്? ഇലകളുണ്ട് അല്ലേ? പിന്നെന്തുണ്ട്? സ്റ്റെംസ് ഉണ്ട് അല്ലേ? അപ്പം ഒരു പ്ലാന്റ് നമ്മളൊരു ഗാർഡനിൽ ചെന്നിട്ട് ഒരു പ്ലാന്റിനെ നോക്കുമ്പോൾ എന്ത് കാണാം? ലീവ്സ് കാണാം. പിന്നെ എന്ത് കാണാം? സ്റ്റെംസ്, കാണ്ടം കാണാം. പിന്നെ എന്ത് കാണാം? ഫ്ലവേഴ്സ് കാണാം അല്ലേ? അപ്പൊ നമ്മള് ഒരു പ്ലാന്റിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ലീവ്സ് കാണും, ഇലകള് കാണും. പിന്നെ എന്ത് കാണും? സ്റ്റെംസ്, തണ്ട് കാണാം അല്ലേ? പിന്നെ എന്ത് കാണാം? ഫ്ലവേഴ്സ് വെച്ചാ പൂക്കൾ കാണാം. പിന്നെ എന്ത് കാണാൻ പറ്റും? ഫ്രൂട്ട്സ്. അപ്പൊ നമുക്ക് എന്തൊക്കെ കാണാം? ഒരു പ്ലാന്റിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാണാൻ പറ്റും? ഒരു പ്ലാന്റിനെ നിരീക്ഷിക്കുകയും നമുക്ക് ലീവ്സ് കാണാം, ഇലകൾ കാണാം, സ്റ്റെംസ് കാണാം, കാണ്ടം കാണാം അല്ലേ? ഫ്ലവേഴ്സ് കാണാം, പൂക്കൾ കാണാം. പലതരത്തിലുള്ള പൂക്കള് നമുക്ക് കാണാൻ പറ്റും അല്ലേ? പിന്നെ എന്ത് കാണാം? ഫ്രൂട്ട്സ് കാണാം അല്ലേ? ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പൊ പ്ലാന്റിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ലീവ്സ് കാണാം, ഇലകൾ കാണാം, സ്റ്റെംസ്, കാണ്ടം കാണാം, ഫ്ലവേഴ്സ്. പല മരങ്ങൾക്കും പലതരത്തിലുള്ള പൂക്കൾ കാണാം അല്ലേ? പിന്നെന്താ? ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെന്തുണ്ട്? ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഒരു പ്ലാന്റിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്? ലീവ്സ് ഉണ്ട്, ഇലകൾ ഉണ്ട് അല്ലേ? സ്റ്റെംസ് ഉണ്ട്, കാണ്ടം ഉണ്ട്. പിന്നെന്തുണ്ട്? ഫ്ലവേഴ്സ് ഉണ്ട്, പൂക്കൾ ഉണ്ട് അല്ലേ? പിന്നെന്തുണ്ട്? ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന വിസിബിൾ ആയിട്ടുള്ള പാർട്ടാണ് എന്തൊക്കെ? ലീവ്സ്, സ്റ്റെംസ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്. അപ്പൊ പ്ലാന്റിനെ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ഇത്. ഒരു പ്ലാന്റിനെ കാണാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ഇലകള്, കാണ്ടം, ഫ്ലവേഴ്സ്, പൂക്കള്, ഫ്രൂട്ട്സ്. These are the visible part of plants. അപ്പം പ്ലാന്റ്സിനെ കാണാൻ പറ്റുന്ന വിസിബിൾ പാർട്ടാണ് ഏതൊക്കെ? ലീവ്സ്, സ്റ്റെംസ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഇതൊക്കെ നമുക്ക് പ്ലാന്റിനെ കാണാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. Plants are fixed to the soil with their roots. This is the hidden part of the plant. Plants are fixed to the soil with their roots. ഒരു പ്ലാന്റിനെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്ന എന്താണ്? ആ പ്ലാന്റിന്റെ റൂട്ടാണ്. ഒരു പ്ലാന്റിനെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്ന എന്താണ്? പ്ലാന്റിന്റെ റൂട്ടാണ് അല്ലേ? This is the hidden part of the plant. ഈ റൂട്ട് എന്ന് പറയുന്നത് പ്ലാന്റിന്റെ ഹിഡൻ പാർട്ടാണ്. കാണാൻ നമുക്ക് പറ്റുമോ? ഒരു പ്ലാന്റിന്റെ റൂട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? മണ്ണിൽ പ്ലാന്റിനെ ഉറച്ചു നിർത്തുന്നതാണ് ഈ റൂട്ടാണ്. അതായത് മണ്ണിനടിയിലാണ് ഈ റൂട്ട് നിൽക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് കാണാൻ പറ്റത്തില്ല, മണ്ണിനടിയിലേ റൂട്ട് നിൽക്കുന്നത്. Plants are fixed to the soil with their roots. This is the hidden part of the plant. Then plants are fixed to the
their roots. This is the hidden part of the plant. പ്ലാന്റ്സിനെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത് എന്താണ്? റൂട്ട്സ് ആണ്, അതായത് വേരുകളാണ്. ഈ വേരുകളെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ റൂട്ട്സിനെ ഹിഡൻ പാർട്ടാണ്, പ്ലാന്റിന്റെ ഒരു ഹിഡൻ പാർട്ടാണ് എന്ന് പറയുന്നത് റൂട്ട്സ് എന്ന് പറയുന്നത്. Each part of a plant helps in collecting or transporting ingredients for plant food from the environment. എൻവയോൺമെന്റിൽ നിന്ന് പ്ലാന്റിന് ഫുഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കളക്ട് ചെയ്യാനും അതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യാനും പ്ലാന്റ്സിന് ഓരോ ഭാഗങ്ങളും പ്ലാന്റ്സിനെ സഹായിക്കുന്നുണ്ട്. എന്താണ്? ഈച്ച് പാർട്ട് ഓഫ് എ പ്ലാന്റ് ഹെൽപ്പ് ഇൻ കളക്ടിങ് ഓർ ട്രാൻസ്പോർട്ടിംഗ് ഇൻഗ്രീഡിയൻസ് ഫോർ പ്ലാന്റ് ഫുഡ് ഫ്രം ദി എൻവയോൺമെന്റ്. ആ പ്ലാന്റ് നിൽക്കുന്ന എൻവയോൺമെന്റിൽ നിന്ന് പ്ലാന്റിന് ഫുഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ കളക്ട് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും പ്ലാന്റിന്റെ ഓരോ ഭാഗങ്ങളും പ്ലാന്റിനെ സഹായിക്കുന്നുണ്ട്. റൂട്ട്സ് provide minerals and water from the soil. Roots provide minerals and water from soil. മണ്ണിൽ നിന്ന് മിനറൽസും വാട്ടർ, മണ്ണിൽ നിന്ന് ധാതുക്കളും അതുപോലെ ജലവും പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? റൂട്ടാണ്. അതായത് മണ്ണിൽ നിന്ന് ജലവും ധാതുക്കളും ഒക്കെ വലിച്ചെടുക്കുന്ന എന്താണ്? പ്ലാന്റിന്റെ റൂട്ടാണ്. റൂട്ട് എന്ത് ചെയ്യുന്ന? റൂട്ട് പ്രൊവൈഡ് മിനറൽസ് ആൻഡ് വാട്ടർ ഫ്രം സോയിൽ. മണ്ണിൽ നിന്ന് വാട്ടറും അതുപോലെ മിനറൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? റൂട്ടാണ്. റൂട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്ലാന്റിന് മണ്ണിൽ നിന്ന് മിനറൽസും അതുപോലെ വാട്ടറും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റെം എന്ത് ചെയ്യുന്നു? സ്റ്റെം ട്രാൻസ്പോർട്ട് മിനറൽസ് ആൻഡ് വാട്ടർ ഫ്രം റൂട്ട് ടു ലീവ്സ്. റൂട്ടിൽ നിന്ന് വാട്ടറും അതുപോലെ മിനറൽസും എല്ലാം തന്നെ ലീവ്സുകൾ, ഇലകളിലേക്ക് എത്തിക്കുന്നത് എന്താണ്? കാണ്ഡമാണ്, സ്റ്റെമ്മാണ്. അതാണ് സ്റ്റെം ട്രാൻസ്പോർട്ട് മിനറൽസ് ആൻഡ് വാട്ടർ ഫ്രം റൂട്ട് ടു ലീവ്സ്. റൂട്ടിൽ നിന്ന് മിനറൽസും വാട്ടറും ഒക്കെ ഇലകളിൽ എത്തിക്കുന്ന ധർമ്മം ആർക്കാണ്? സ്റ്റെമ്മിനാണ്. Leaves are known as the food factory of plant as it collects sunlight and carbon dioxide. ഇലകൾ എന്ന് പറയുന്നത് എന്താണ്? Leaves are known as the food factory of the plant as it collects sunlight and carbon dioxide. ഒരു പ്ലാന്റിന്റെ ഫുഡ് ഫാക്ടറി എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഒരു പ്ലാന്റിന്റെ ഫുഡ് ഫാക്ടറി എന്ന് അറിയപ്പെടുന്നത് ആ പ്ലാന്റിന്റെ ഇലകളാണ്, ലീവ്സ് ആണ്. അതെന്ത് ചെയ്യുന്ന? അത് സൺലൈറ്റും കാർബൺ ഡയോക്സൈഡും ഒക്കെ കളക്ട് ചെയ്യുന്നു. ലീവ്സ് എന്ത് ചെയ്യുന്നു? ലീവ്സ് ആർ നോൺ ആസ് ദി ഫുഡ് ഫാക്ടറി ഓഫ് ദി പ്ലാന്റ് ആസ് ഇറ്റ് കളക്ട് സൺലൈറ്റ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡും അതുപോലെ തന്നെ സൺലൈറ്റും ഒക്കെ കളക്ട് ചെയ്യുന്നത് ഒരു പ്ലാന്റിന്റെ ലീവ്സ് ആണ്. അതുകൊണ്ട് തന്നെ പ്ലാന്റിന്റെ ഫുഡ് ഫാക്ടറി എന്താണ്? പ്ലാന്റ് ഫുഡ് ഫാക്ടറി എന്നറിയപ്പെടുന്നത് പ്ലാന്റിന്റെ ലീവ്സിനെയാണ്. അപ്പൊ നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പാർട്സ് ഓഫ് ദി പ്ലാന്റ് ആണ്. ഒരു പ്ലാന്റിന്റെ ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ച് പ്ലാന്റിന്റെ ഏതാണ്? നമുക്ക് ഒരു പ്ലാന്റിന്റെ വിസിബിൾ ആയിട്ടുള്ള ഏതൊക്കെ പാർട്ടുണ്ട്? പ്ലാന്റിനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വിസിബിൾ പാർട്ട് ഏതൊക്കെയാണ്? ലീവ്സ്. ഇലകൾ നമുക്ക് കാണാൻ പറ്റുന്ന പാർട്ടല്ലേ? വിസിബിൾ പാർട്ടാണ്. പ്ലാന്റിന്റെ വിസിബിൾ പാർട്ടാണ് ഏത്? ഇലകൾ എന്ന് പറയുന്നത്, ലീവ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് കാണാം? പ്ലാന്റിനെ നോക്കുമ്പോൾ സ്റ്റെംസ് കാണാം അല്ലേ? സ്റ്റെംസ് ഉണ്ട്. പിന്നെ എന്ത് കാണാം? ഫ്ലവേഴ്സ്, പൂക്കൾ കാണാം അല്ലേ? പിന്നെന്തുണ്ട്? ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പൊ വിസിബിൾ പാർട്ട് ഓഫ് ദി പ്ലാന്റ് ഏതൊക്കെയാണ്? ഒരു പ്ലാന്റിനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പാർട്ട് ഏതൊക്കെയാണ്? ലീവ്സ്, ഇലകള്. പിന്നെന്തുണ്ട്? സ്റ്റെംസ്, കാണ്ഡങ്ങൾ. പിന്നെ ഫ്ലവേഴ്സ്, പൂക്കള്. പിന്നെ എന്ത് കാണാം? ഫ്രൂട്ട്സ്, ഫലങ്ങൾ അല്ലേ? ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന വിസിബിൾ പാർട്ടാണ്. ഒരു പ്ലാന്റിനെ കാണാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. Plants are fixed to the soil with their roots. This is the hidden part of the plant. പ്ലാന്റിന്റെ വിസിബിൾ പാർട്ട് അല്ലാതെ ഹിഡൻ ആയിട്ടുള്ള പാർട്ട് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട എന്താണ്? റൂട്ട്. ഹിഡൻ ആയിട്ടുള്ള പ്ലാന്റിന്റെ ഹിഡൻ ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്ന് പറയുന്നത് റൂട്ട് എന്ന് പറയുന്നത്, വേരുകൾ എന്ന് പറയുന്നത്. Plants are fixed to the soil with their roots. ഒരു പ്ലാന്റിനെ മണ്ണിൽ ഉറപ്പിച്ചു നിൽക്കുന്ന എന്താണ്? ആ പ്ലാന്റിന്റെ റൂട്ടാണ്. അതുകൊണ്ട് തന്നെ റൂട്ട് എന്ന് പറയുന്നത് മണ്ണിനടിയിലാണ് കാണുന്നത് അല്ലേ? അപ്പൊ മണ്ണിനടിയിലുള്ള ആ റൂട്ടിനെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പ്ലാന്റിന്റെ ഹിഡൻ പാർട്ട് ഏതാണ്? റൂട്ടാണ്. Each part of a plant helps in collecting or transporting ingredients for plant food from the environment. എൻവയോൺമെന്റിൽ നിന്ന് പ്ലാന്റിന് ഫുഡ് ഉണ്ടാക്കാൻ ആവശ്യമായ
ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും പ്ലാന്റിന്റെ ഓരോ ഭാഗങ്ങളും പ്ലാന്റിനെ എന്ത് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട്. പ്ലാന്റിന്റെ ഓരോ ഭാഗങ്ങളും അതിനു വേണ്ടി പ്ലാന്റിനെ സഹായിക്കുന്നുണ്ട്. റൂട്ട്സ് എന്ത് ചെയ്യുന്നത്? റൂട്ട്സ് പ്രൊവൈഡ് മിനറൽസ് ആൻഡ് വാട്ടർ ഫ്രം സോയിൽ. മണ്ണിൽ നിന്ന് ജലവും അതുപോലെ മിനറൽസ് ധാതുക്കളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? റൂട്ടാണ്. റൂട്ട് പ്രൊവൈഡ് മിനറൽസ് ആൻഡ് വാട്ടർ ഫ്രം സോയിൽ. മണ്ണിൽ നിന്ന് ജലവും അതുപോലെ ധാതുക്കളും ഒക്കെ മരത്തിന് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? റൂട്ടാണ്. സ്റ്റെം എന്ത് ചെയ്യുന്നു? സ്റ്റെം ട്രാൻസ്പോർട്ട് മിനറൽസ് ആൻഡ് വാട്ടർ ഫ്രം റൂട്ട് ടു ലീവ്സ്. സ്റ്റെം എന്ത് ചെയ്യുന്നു? സ്റ്റെം ട്രാൻസ്പോർട്ട് മിനറൽസ് ആൻഡ് വാട്ടർ ഫ്രം റൂട്ട് ടു ലീവ്സ്. റൂട്ടിൽ നിന്ന് മിനറൽസും വാട്ടറും ഒക്കെ ലീവ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആരാണ്? സ്റ്റെം ആണ്. ലീവ്സ് എന്ത് ചെയ്യുന്നത്? ലീവ്സ് ആർ നോൺ ആസ് ദി ഫുഡ് ഫാക്ടറി ഓഫ് ദി പ്ലാന്റ് ആസ് ഇറ്റ് കളക്ട് സൺലൈറ്റ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡും സൺലൈറ്റും ഒക്കെ കളക്ട് ചെയ്യുന്നത് എന്താണ്? ഇലകളാണ്. അതുകൊണ്ട് തന്നെ ഇലകളെ ഫുഡ് ഫാക്ടറി ഓഫ് പ്ലാന്റ് എന്നാണ് പറയുന്നത്. പ്ലാന്റിന്റെ ഫുഡ് ഫാക്ടറി അറിയപ്പെടുന്നത് എന്താണ്? ഇലകളാണ്. അമേസിംഗ് ഫുഡ് ഫാക്ടറി. ഇനി ഫുഡ് ഫാക്ടറിയെ കുറിച്ച് പഠിക്കാം. പ്ലാന്റ് ലീവ്സ് ലുക്ക് സോ ക്വയറ്റ് ആൻഡ് കാം, but leaves are the place where the process called photosynthesis use carbon dioxide, water, minerals and sunlight to prepare plant food. Plant leaves look so quiet and calm, but leaves are the place where the process called photosynthesis use carbon dioxide, water, minerals and sunlight to prepare plant food. പ്ലാന്റിന് ഫുഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സൺലൈറ്റും വാട്ടറും മിനറൽസും കാർബൺ ഡയോക്സൈഡ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ നടക്കുന്നത് പ്ലാന്റിന്റെ ലീവ്സിൽ വെച്ചാണ്. പ്ലാന്റ്സിന്റെ ലീവ്സിൽ വെച്ചാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്നത്. അതിന് എന്തൊക്കെ ആവശ്യമാണ്? ഫോട്ടോസിന്തസിന് കാർബൺ ഡയോക്സൈഡ് വേണം, പിന്നെ വാട്ടർ വേണം, മിനറൽസ് വേണം, സൺലൈറ്റ് വേണം. ഏതൊക്കെ കാര്യങ്ങളാണ് ഫോട്ടോസിന്തസിന് ആവശ്യമായിട്ടുള്ളത്? വാട്ടർ, മിനറൽസ്, കാർബൺ ഡയോക്സൈഡ്, സൺലൈറ്റ് എന്നിവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പ്ലാന്റ്സിന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത് പ്ലാന്റിന്റെ ഇലയിൽ വെച്ചാണ്. Vein carry water and minerals from the stem. Vein carry water and minerals from the stem. സ്റ്റെമ്മിൽ നിന്ന് വാട്ടർ മിനറൽ ഒക്കെ കൊണ്ടുവഹിക്കുന്നത് ആരാണ്? കൊണ്ടുപോകുന്ന ആരാണ്? വെയിൻസ് ആണ്. എന്താണ്? വെയിൻസ് ക്യാരി വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദി സ്റ്റെം. സ്റ്റെമ്മിൽ നിന്ന് വാട്ടറും അതുപോലെ മിനറൽസ് ഒക്കെ വഹിക്കുന്നത് വെയിൻ ആണ്. പ്ലാന്റിന്റെ വെയിൻ ആണ് സ്റ്റെമ്മിൽ നിന്ന് വാട്ടറും അതുപോലെ മിനറൽസ് ഒക്കെ തന്നെ വഹിക്കുന്നത്. There are tiny openings on the surface of leaves called stomata that absorb carbon dioxide from the air. Stomata are more in numbers under the leaves. There are tiny openings on the surface of leaves called stomata. Stomata എന്ന് പറയുന്നത് എന്താണ്? ലീവ്സിന്റെ ഉപരിതലത്തിൽ സർഫസിൽ കാണപ്പെടുന്ന tiny openings-നെയാണ് എന്ന് പറയുന്നത് stomata എന്ന് പറയുന്നത്. എന്താണ്? There are tiny openings on the surface of leaves called stomata. ലീവ്സിന്റെ സർഫസിൽ കാണപ്പെടുന്ന ചെറിയ ഒരു സുഷിരങ്ങൾ ടിനി ഓപ്പണിങ്സിനാണ് എന്ന് പറയുന്നത് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. സ്റ്റൊമാറ്റ എന്ത് ചെയ്യുന്നത്? ദാറ്റ് അബ്സോർബ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദി എയർ. എയറിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്തെടുക്കുന്ന ആഗിരണം ചെയ്തെടുക്കുന്ന എന്താണ്? സ്റ്റൊമാറ്റയാണ്. There are tiny openings on the surface of leaves called stomata that absorb carbon dioxide from the air. എയറിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്ന ഇവയുടെ സർഫസിൽ കാണുന്ന ഒരു ടിനി ഓപ്പണിങ്സ് ആണ് എന്ന് പറയുന്നത് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. എന്താണ് സ്റ്റൊമാറ്റ? There are tiny openings on the surface of leaves called stomata that absorb carbon dioxide from the air. എയറിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്ന ഒരു ടിനി ഓപ്പണിംഗ് ഇലയുടെ സർഫസിൽ കാണുന്ന ഒരു ടിനി ഓപ്പണിങ്സിനാണ് എന്ന് പറയുന്നത് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. എന്താണ് സ്റ്റൊമാറ്റ? There are tiny openings on the surface of leaves called stomata that absorb carbon dioxide from the air. എയറിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്ന ഇലയുടെ സർഫസിൽ കാണുന്ന ടിനി ഓപ്പണിങ്സിനെയാണ് എന്ന് പറയുന്നത് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്.
Stomata are more in numbers under the leaves. ലീവ്സിന്റെ അടിയിൽ ഒരുപാട് സ്റ്റൊമാറ്റ നമുക്ക് കാണാൻ പറ്റും. ലീവ്സിന്റെ അടിയിൽ ഒരുപാട് സ്റ്റൊമാറ്റ ഉണ്ട്. ഫോട്ടോസിന്തസിസ്. എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്? ഫോട്ടോ എന്ന് വെച്ചാൽ ലൈറ്റ് എന്നാണ് മീൻ. എന്താണ് ഫോട്ടോ എന്ന് വെച്ചാൽ ലൈറ്റ്. സിന്തസിസ് എന്ന് വെച്ചാൽ മിക്സിംഗ്. ഫോട്ടോ എന്ന് വെച്ചാൽ എന്താ? ലൈറ്റ്. സിന്തസിസ് എന്ന് വെച്ചാൽ എന്താ? മിക്സിംഗ്. The process of photosynthesis, as the name says, happens only in the presence of light. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലൈറ്റിന്റെ പ്രസൻസിൽ മാത്രമാണ് നടക്കുന്നത്. അപ്പൊ പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ എന്ത് ആവശ്യമാണ്? ലൈറ്റ് ആവശ്യമാണ്. ദ കിച്ചൺ. നമുക്കിനി സസ്യങ്ങളുടെ കിച്ചൺ എങ്ങനെയാണെന്ന് നോക്കാം. Chloroplasts are small cells that have a green pigment called chlorophyll that gives a green color to the plant. It is present in all green plants in their leaves and stems. Chloroplasts are small cells that have a green pigment called chlorophyll that gives a green color to the plant. It is present in all green plants in their leaves and stems. എന്താണ് ക്ലോറോപ്ലാസ്റ്റുകൾ എന്നത്? ചെറിയൊരു കോശങ്ങളാണ്. എന്താണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്? ചെറിയ കോശങ്ങളാണ്, സ്മാൾ സെൽസ് ആണ്. That have a green pigment called chlorophyll that gives a green color to the plant. പ്ലാന്റിന് പച്ച നിറം നൽകുന്ന, ഗ്രീൻ കളർ നൽകുന്ന ക്ലോറോഫിൽ. ക്ലോറോഫിൽ എന്ന് വെച്ചാൽ ഹരിതകം. പ്ലാന്റിന് പച്ച നിറം നൽകുന്ന ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു വർണ്ണവസ്തു, പിഗ്മെന്റ്, ഗ്രീൻ പിഗ്മെന്റ് എവിടെ ഉണ്ട്? ഈ ക്ലോറോപ്ലാസ്റ്റുകളിൽ ഉണ്ട്. Chloroplasts are small cells that have a green pigment called chlorophyll that gives a green color to the plant. It is present in all green plants to their leaves and stems. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്ലോറോപ്ലാസ്റ്റുകൾ എന്ന് പറയുന്നത് ചെറിയ കോശങ്ങളാണ്. ക്ലോറോപ്ലാസ്റ്റുകൾ എന്ന് പറയുന്നത് എന്താണ്? സ്മാൾ സെൽസ് ആണ്, ചെറിയ കോശങ്ങളാണ്. പ്ലാന്റ്സിനെല്ലാം പച്ച നിറം, ഗ്രീൻ കളർ നൽകുന്ന ക്ലോറോഫിൽ. ക്ലോറോഫിൽ എന്ന് പറയുന്ന ഹരിതകം. ക്ലോറോഫിൽ എന്ന് വെച്ചാൽ ഹരിതകം. പ്ലാന്റ്സിനെല്ലാം പച്ച നിറം നൽകുന്ന ക്ലോറോഫിൽ എന്ന് പറയുന്ന വർണ്ണവസ്തു ഈ ക്ലോറോപ്ലാസ്റ്റിൽ കാണാൻ കഴിയും. It is present in all green plants in their leaves and stems. എല്ലാ ഹരിത സസ്യങ്ങളുടെയും ലീവ്സിലും സ്റ്റെംസിലും ഒക്കെ തന്നെ നമുക്ക് ക്ലോറോഫിൽ കാണാൻ കഴിയും. എന്താണ്? Chloroplasts are small cells that have a green pigment called chlorophyll that gives a green color to the plant. It is present in all green plants in their leaves and stems. ക്ലോറോപ്ലാസ്റ്റുകൾ എന്ന് പറയുന്നത് എന്താണ്? ചെറിയ കോശങ്ങളാണ്. സസ്യങ്ങൾക്ക് ഹരിത നിറം, പച്ച നിറം നൽകുന്ന ക്ലോറോഫിൽ എന്ന് പറയുന്ന ഹരിതകം ഇവിടെ കാണാൻ പറ്റും. It is present in all green plants in their leaves and stems. എല്ലാ ഹരിത സസ്യങ്ങളുടെയും ലീവ്സിലും സ്റ്റെമ്മിലും ഒക്കെ ഈ ക്ലോറോഫിൽ ഹരിതകം കാണാൻ പറ്റും. The ingredients plants need energy. Chlorophyll absorbs energy from the sun. Need for photosynthesis. Chlorophyll are tiny energy packets. To cook the ingredients, plants need energy. Chlorophyll absorbs energy from the sun. Need for photosynthesis. Chlorophyll are tiny energy packets. Chlorophyll absorbs energy from the sun. Need for photosynthesis. Chlorophyll are tiny energy packets. ക്ലോറോഫിൽ എന്ന് പറയുന്നത് എന്താണ്? ക്ലോറോഫിൽ ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള എനർജി സൂര്യപ്രകാശത്തിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുക്കുന്നത്, ആഗിരണം ചെയ്തെടുക്കുന്നത് എന്താണ്? ക്ലോറോഫിലാണ്. ക്ലോറോഫിൽ അബ്സോർബ് എനർജി ഫ്രം ദി സൺ നീഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള എനർജി സൂര്യനിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുക്കുന്നത് ക്ലോറോഫിലാണ്. ക്ലോറോഫിൽ ആർ ഇനി എനർജി പാക്കറ്റ്സ്. ഇനി എനർജി പാക്കറ്റ്സ് ആണ് എന്ന് പറയുന്നത് ക്ലോറോഫിൽസ് എന്ന് പറയുന്നത്. ക്ലോറോഫിൽസ് എന്ന് പറയുന്നത് എന്താണ്? ഇനി എനർജി പാക്കറ്റ്സ് ആണ്. ക്ലോറോഫിൽസ് ആർ ഇനി എനർജി പാക്കറ്റ്സ്. ക്ലോറോഫിൽ എന്ന് പറയുന്നത് ഇനി എനർജി പാക്കറ്റിനാണ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസ് ഇൻ ദ chloroplast produce plant food that is a simple form of sugar, that is glucose, water vapor and oxygen.
Photosynthesis in the chloroplast produce plant food that is a simple form of sugar, that is glucose, water vapor and oxygen. ക്ലോറോപ്ലാസ്റ്റിലെ ഫോട്ടോസിന്തസിസിലൂടെ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ഷുഗർ എന്ന സിമ്പിൾ ഫോമിലൂടെ ഉണ്ടാക്കിയെടുക്കും. അതായത് ക്ലോറോപ്ലാസ്റ്റിൽ വെച്ച് നടക്കുന്ന പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഷുഗറിന്റെ രൂപത്തില് പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയെടുക്കും. അതായത് ഗ്ലൂക്കോസ്, വാട്ടർ വേപ്പർ, ഓക്സിജൻ എന്നീ രൂപത്തില് പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയെടുക്കുന്നു. എല്ലാവരും ഇനി ടെക്സ്റ്റ് ബുക്ക് എടുത്തേ, പേജ് നമ്പർ 230. എല്ലാവരും എടുത്തോ? അവിടെ ഒരു ചാർട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ? കണ്ടോ? പ്ലാന്റിന് എങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതാണ് ആ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. എന്താണ്? വാട്ടർ ആൻഡ് മിനറൽസ്. വാട്ടറും മിനറൽസും എങ്ങനെ കിട്ടുന്നത് പ്ലാന്റിന്? റൂട്ടിൽ നിന്ന്. സ്റ്റെം ആൻഡ് ബേസ് ട്രാൻസ്പോർട്ട് ഫ്രം റൂട്ട്. റൂട്ടിൽ നിന്ന് വാട്ടറും മിനറൽസും ഒക്കെ എന്ത് ചെയ്യുന്നു? സ്റ്റെമ്മിലെയും അതുപോലെ വെയിനും വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. എന്താണ്? വാട്ടർ ആൻഡ് മിനറൽസ് റൂട്ടിൽ നിന്ന് വെയിൻസും സ്റ്റെമ്മും വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. കാർബൺ ഡയോക്സൈഡ് കണ്ട? കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നത്? എൻറ്റർ ഫ്രം സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റയിൽ നിന്നാണ് എന്ത്? കാർബൺ ഡയോക്സൈഡ് എൻറ്റർ ചെയ്യുന്നത്. ലൈറ്റ് എനർജി എന്താണ്? ലൈറ്റ് എനർജി അബ്സോർബ് ബൈ ക്ലോറോഫിൽ. ക്ലോറോഫിലാണ് എന്ത് ചെയ്യുന്നത്? ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തെടുക്കുന്നത്. ഒരു സസ്യത്തിൽ കാണുന്ന ഹരിതകമാണ് ലൈറ്റ് എനർജി എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്ത് എടുക്കുന്നത്. ഇത്രയും പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഗ്ലൂക്കോസ്, ഓക്സിജൻ, വാട്ടർ. എന്തൊക്കെ കിട്ടുന്നു? ഇത്രയും പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ ഗ്ലൂക്കോസ് കിട്ടുന്നു, ഓക്സിജൻ കിട്ടുന്നു, വാട്ടർ വേപ്പർ കിട്ടുന്നു. അപ്പൊ എന്താണ്? വാട്ടർ ആൻഡ് മിനറൽസ് എവിടെ നിന്ന് കിട്ടുന്ന? വാട്ടർ ആൻഡ് മിനറൽസ് മണ്ണിൽ നിന്ന് റൂട്ട് വലിച്ചെടുത്തിട്ട് അത് സ്റ്റെം ആൻഡ് വെയിൻസ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. പിന്നെ കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ്? കാർബൺ ഡയോക്സൈഡ് എൻറ്റർ ഫ്രം സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ വഴിയാണ് കാർബൺ ഡയോക്സൈഡ് എൻറ്റർ ചെയ്യുന്നത് അല്ലേ? ലൈറ്റ് എനർജി എങ്ങനെയാണ് കിട്ടുന്നത്? ലൈറ്റ് എനർജി അബ്സോർബ് ബൈ ക്ലോറോഫിൽ. ഹരിതകമാണ് ഈ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യൂ? ഒരു സസ്യത്തില് ഫോട്ടോസിന്തസിസ് നടക്കും. ഇങ്ങനെ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോ എന്ത് കിട്ടും? ഫോട്ടോസിന്തസിസ് നടക്കുമ്പോ ഗ്ലൂക്കോസ്, ഓക്സിജൻ, വാട്ടർ. എന്തൊക്കെ കിട്ടും? ഗ്ലൂക്കോസ്, ഓക്സിജൻ, വാട്ടർ. ഈ ചാർട്ടിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ഫോട്ടോസിന്തസിസ് എങ്ങനെ നടക്കുമെന്നല്ലേ? വാട്ടർ ആൻഡ് മിനറൽസ് എന്ത് ചെയ്യുന്നു? വാട്ടർ ആൻഡ് മിനറൽസ് മണ്ണിൽ നിന്ന് റൂട്ട് എന്ത് ചെയ്യുന്ന? വലിച്ചെടുത്തിട്ട് വെയിനും അതുപോലെ സ്റ്റെമ്മും വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡ് സ്റ്റൊമാറ്റ വഴിയാണ് എൻറ്റർ ചെയ്യുന്നത് അല്ലേ? ലൈറ്റ് എനർജി എങ്ങനെ കിട്ടും? ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള ലൈറ്റ് എനർജി എങ്ങനെ കിട്ടുന്നത്? അബ്സോർബ് ബൈ ക്ലോറോഫിൽ. പ്ലാന്റിലുള്ള ക്ലോറോഫിലാണ് അബ്സോർബ് ചെയ്യുന്ന, ആഗിരണം ചെയ്യുന്നത്. ലൈറ്റ് എനർജി ആഗിരണം ചെയ്യുന്നു. ഇത്രയും പ്രക്രിയ നടക്കുമ്പോൾ എന്ത് കിട്ടും? ഗ്ലൂക്കോസ് കിട്ടും, ഓക്സിജൻ, വാട്ടർ. ഗ്ലൂക്കോസ്, ഓക്സിജൻ, വാട്ടർ ആയിട്ട് നമുക്ക് പ്ലാന്റിന് ഫുഡ് ഉണ്ടാക്കാൻ കിട്ടൂല്ലേ? അപ്പൊ എന്ത് കിട്ടും? ഇത്രയും പ്രക്രിയ നടക്കുമ്പോൾ ഗ്ലൂക്കോസ്, ഓക്സിജൻ, വാട്ടർ. എന്താണ് പഠിച്ചത്? ഫുഡ് ഫോർ പ്ലാന്റ്സിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? എങ്ങനെയാണ് പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചില്ലേ? ക്ലോറോപ്ലാസ്റ്റ് are small cells that have a green pigment called chlorophyll that gives a green color to the plant. ക്ലോറോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ചെറിയ കോശങ്ങളാണല്ലേ? ആ കോശങ്ങളിൽ എന്തുണ്ട്? ഗ്രീൻ കളർ, പ്ലാന്റിന് ഗ്രീൻ കളർ നൽകുന്ന ക്ലോറോഫിൽ എന്ന് പറഞ്ഞ. ക്ലോറോഫിൽ എന്ന് വെച്ചാൽ എന്താ? ഹരിതകം. ഹരിതകം എന്ന വർണ്ണ വസ്തു എവിടെയുണ്ട്? ഈ ക്ലോറോപ്ലാസ്റ്റില് ഉണ്ട്. It is present in all green plants in their leaves and stems. ഈ ക്ലോറോഫിൽ എന്ന് പറയുന്നത് എല്ലാ ഹരിത സസ്യങ്ങളിലും കാണാൻ കഴിയും. To cook the ingredients, plants need energy. Chlorophyll absorbs energy from the sun, need for photosynthesis. Chlorophyll are tiny energy packets. ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള എനർജിയൊക്കെ അബ്സോർബ് ചെയ്തെടുക്കുന്നത് ക്ലോറോഫിലാണ്. ക്ലോറോഫിൽ എന്ന് വെച്ചാൽ എന്താ? ക്ലോറോഫിൽസ് ആർ ടിനി എനർജി പാക്കറ്റ്സ്. ക്ലോറോഫിൽ എന്ന് പറയുന്നത് ടിനി എനർജി പാക്കറ്റിനെയാണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. Photosynthesis in the chloroplast produce plant food that is a simple form of sugar, that is glucose, water vapor and oxygen.
Photosynthesis in the chloroplast produce plant food that is a simple form of sugar, that is glucose, water vapor and oxygen. ക്ലോറോപ്ലാസ്റ്റിലെ ഫോട്ടോസിന്തസിസിലൂടെ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ഷുഗറിന്റെ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കും. അതായത് ഷുഗറിന്റെ രൂപത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? വാട്ടർ വേപ്പർ, ഗ്ലൂക്കോസ്, അത് കൂടാതെ ഓക്സിജൻ എന്നീ ഫോമില് പ്ലാന്റിന് എന്ത് കിട്ടും? ഫുഡ് കിട്ടും. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായോ? അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. നെക്സ്റ്റ് നമുക്ക് ജനറൽ നോളജ് പഠിക്കാം. കഴിഞ്ഞ ജനറൽ നോളജ് ക്ലാസ് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? സോബ്രിക്കേറ്റ്സ് ആയിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ? എന്താണ് സോബ്രിക്കേറ്റ്സ് എന്ന് വെച്ചാൽ? A sobriquet is a self-explanatory nickname which is used in place of a real name. ഒരു റിയൽ നെയിമിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററി നിക്നെയിം ആണ് ഇതെന്ന് പറയുന്നത് സോബ്രിക്കേറ്റ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10 എണ്ണം പഠിച്ചായിരുന്നല്ലേ? ഇനി നമുക്ക് അതിന്റെ ബാക്കി പഠിക്കാം. പിങ്ക് സിറ്റി. പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ജയ്പൂർ. പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ജയ്പൂർ. പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്നത് ജയ്പൂർ. പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്നത് ജയ്പൂർ. പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ജയ്പൂർ. പ്ലേ ഗ്രൗണ്ട് ഓഫ് യൂറോപ്പ്. യൂറോപ്പിന്റെ പ്ലേ ഗ്രൗണ്ട് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? സ്വിറ്റ്സർലാൻഡ്. പ്ലേ ഗ്രൗണ്ട് ഓഫ് യൂറോപ്പ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡിനെയാണ് എന്ന് പറയുന്നത് പ്ലേ ഗ്രൗണ്ട് ഓഫ് യൂറോപ്പ്. യൂറോപ്പിന്റെ പ്ലേ ഗ്രൗണ്ട് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? സ്വിറ്റ്സർലാൻഡ്. ഫോർബിഡൻ പ്ലേസ്. നിരോധിത സ്ഥലം എന്നറിയപ്പെടുന്നത് എന്താണ്? ഫോർബിഡൻ പ്ലേസ് എന്നറിയപ്പെടുന്നത് ഷാങ്ഹായി. ഷാങ്ഹായി ആണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ഫോർബിഡൻ പ്ലേസ് എന്ന് പറയുന്നത്. ഫോർബിഡൻ പ്ലേസ് എന്ന് പറയുന്നത് എന്താണ്? ഷാങ്ഹായി. ഷാങ്ഹായി ആണ് ഫോർബിഡൻ പ്ലേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്ലേറ്റ്യൂ കോണ്ടിനെന്റ്. പ്ലേറ്റ്യൂ കോണ്ടിനെന്റ് അറിയപ്പെടുന്നത് എന്താണ്? പീഠഭൂമി ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്. പീഠഭൂമി ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് എന്താണ്? പ്ലേറ്റ്യൂ കോണ്ടിനെന്റ് എന്നറിയപ്പെടുന്നത് ആഫ്രിക്ക. ആഫ്രിക്കയാണ് പ്ലേറ്റ്യൂ കോണ്ടിനെന്റ് എന്ന് അറിയപ്പെടുന്നത്. ആഫ്രിക്കയാണ് പ്ലേറ്റ്യൂ കോണ്ടിനെന്റ് എന്ന് അറിയപ്പെടുന്നത്. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് എന്താണ്? ബാംഗ്ലൂർ. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് എന്താണ്? ബാംഗ്ലൂർ. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്താണ്? ബാംഗ്ലൂർ. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എന്താണ്? ബാംഗ്ലൂർ. എന്താണ്? ബാംഗ്ലൂർ. അപ്പൊ എന്താണ് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത്? എന്താണ് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത്? ജയ്പൂർ. പ്ലേ ഗ്രൗണ്ട് ഓഫ് യൂറോപ്പ്. യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്നത് എന്താണ്? സ്വിറ്റ്സർലാൻഡ്. പിന്നെ ഫോർബിഡൻ പ്ലേസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഷാങ്ഹായി. പ്ലേറ്റ്യൂ കോണ്ടിനെന്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ആഫ്രിക്ക. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എന്താണ്? ബാംഗ്ലൂർ. ഇനി ബിഗ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ബിഗ് ആപ്പിൾ ന്യൂയോർക്ക്. ബിഗ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് ന്യൂയോർക്ക്. ന്യൂയോർക്കിനെയാണ് ബിഗ് ആപ്പിൾ എന്ന് അറിയപ്പെടുന്നത്. സിറ്റി ഓഫ് ജോയ്. സന്തോഷത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് എന്താണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ കൊൽക്കത്തയാണ് എന്തെന്നറിയപ്പെടുന്നത്? സിറ്റി ഓഫ് ജോയ്, സന്തോഷത്തിന്റെ നഗരം എന്ന് അറിയപ്പെടുന്നത്. എവിടാണ്? ഇന്ത്യയിലെ കൊൽക്കത്ത. സിറ്റി ഓഫ് ജോയ്, സന്തോഷത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് എവിടാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ കൊൽക്കത്തയിലാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? സന്തോഷത്തിന്റെ നഗരം എന്ന് അറിയപ്പെടുന്നത്. ഗോഡ്സ് ഓൺ കൺട്രി. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അറിയപ്പെടുന്നത് എന്താണ്? കേരള. കേരളത്തെയാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അറിയപ്പെടുന്നത്. ഗോഡ്സ് ഓൺ കൺട്രീസ്. ദൈവത്തിന്റെ സ്വന്തം നാട് അറിയപ്പെടുന്നത് എന്താണ്? കേരള. കേരളത്തെയാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അറിയപ്പെടുന്നത്.
The Queen of the Arabian Sea. അറബിക്കടലിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് എന്താണ്? കൊച്ചിയാണ്. കൊച്ചിയാണ് അറബിക്കടലിന്റെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? കൊച്ചി. The Queen of the Arabian Sea. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത് എന്താണ്? കൊച്ചിയാണ്. കൊച്ചിയാണ് അറബിക്കടലിന്റെ റാണി എന്ന് അറിയപ്പെടുന്നത്. The land of a thousand lakes. The land of a thousand lakes. 1000 തടാകത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് എന്താണ്? ഫിൻലാൻഡ്. ഫിൻലാൻഡിനെയാണ് 1000 തടാകത്തിന്റെ നാടെന്ന് അറിയപ്പെടുന്നത്. The land of a thousand lakes എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡ്. The land of a thousand lakes എന്നറിയപ്പെടുന്നത് എന്താണ്? ഫിൻലാൻഡ്. വിൻഡ് സിറ്റി എന്നറിയപ്പെടുന്നത് എന്താണ്? ചിക്കാഗോ. ചിക്കാഗോയാണ് കാറ്റിന്റെ നഗരം എന്ന് അറിയപ്പെടുന്നത്. വിൻഡ് സിറ്റി എന്നറിയപ്പെടുന്നത് എന്താണ്? ചിക്കാഗോ. ചിക്കാഗോയാണ് വിൻഡ് സിറ്റി എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സോബ്രിഗേറ്റ്സ് ആയിരുന്നില്ലേ? ഏതൊക്കെ സോബ്രിഗേറ്റ്സ് നമ്മളിപ്പോ പറഞ്ഞു? പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് എന്താണ്? ജയ്പൂർ. പിന്നെ പ്ലേ ഗ്രൗണ്ട് ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലാൻഡ്. ഫോർബിഡൻ പ്ലേസ് എന്ന് പറയുന്നത് ഷങ്കായി. പ്ലേറ്റോ ഗോൾഡ് എന്നറിയപ്പെടുന്നത് ആഫ്രിക്ക. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ. ബിഗ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് ന്യൂയോർക്ക്. സിറ്റി ഓഫ് ജോയി എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത. ഇന്ത്യയിലെ കൊൽക്കത്തയാണ് സിറ്റി ഓഫ് ജോയി എന്ന് അറിയപ്പെടുന്നത്. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നത് കേരള. കേരളത്തെയാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അറിയപ്പെടുന്നത്. ദ ക്വീൻ ഓഫ് ദി അറേബ്യൻ സീ. അറബിക്കടലിലെ രാജ്ഞി എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. ദ ലാൻഡ് ഓഫ് എ തൗസൻഡ് ലേക്ക്. 1000 തടാകത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡ് ആണ്. വിൻഡ് സിറ്റി എന്നറിയപ്പെടുന്നത് ചിക്കാഗോയാണ്. ബ്ലൂ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത് എന്താണ്? നീലഗിരി. നീലഗിരിയാണ് ബ്ലൂ മൗണ്ടൻസ് എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? നീലഗിരി. ബ്ലൂ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത് എന്താണ്? നീലഗിരി. അബോർഡ് ഓഫ് സ്നോ. മഞ്ഞുവാസം എന്നറിയപ്പെടുന്നത് എന്താണ്? ഹിമാലയ. അബോർഡ് ഓഫ് സ്നോ എന്നറിയപ്പെടുന്നത് എന്താണ്? ഹിമാലയ. അബോർഡ് ഓഫ് സ്നോ എന്നറിയപ്പെടുന്നത് എന്താണ്? ഹിമാലയ. അബോർഡ് ഓഫ് സ്നോ എന്നറിയപ്പെടുന്നത് ഹിമാലയ. എംപയർ സിറ്റി. എംപയർ സിറ്റി എന്നറിയപ്പെടുന്നത് എന്താണ്? ന്യൂയോർക്ക്. എംപയർ സിറ്റി, സാമ്രാജ്യ നഗരം എന്നറിയപ്പെടുന്നത് ന്യൂയോർക്ക്. സാമ്രാജ്യ നഗരം, സാമ്രാജ്യ നഗരം അല്ലെങ്കിൽ എംപയർ സിറ്റി എന്നറിയപ്പെടുന്നത് ന്യൂയോർക്ക്. ലാൻഡ് ഓഫ് ലില്ലീസ്. ലാൻഡ് ഓഫ് ലില്ലീസ് എന്നറിയപ്പെടുന്നത് എന്താണ്? കാനഡ. ലാൻഡ് ഓഫ് ലില്ലീസ് എന്നറിയപ്പെടുന്നത് കാനഡ. ലാൻഡ് ഓഫ് ലില്ലീസ് എന്നറിയപ്പെടുന്നത് എന്താണ്? കാനഡ. ലാൻഡ് ഓഫ് ലില്ലീസ് എന്നറിയപ്പെടുന്നത് എന്താണ്? കാനഡ. സിറ്റി ഓഫ് ഡ്രീമീസ് ഫെയർ എന്നറിയപ്പെടുന്നത് എന്താണ്? ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡ് ആണ് സിറ്റി ഓഫ് ഡ്രീമീസ് ഫെയർ എന്ന് അറിയപ്പെടുന്നത്. ഇതാണ് ഓക്സ്ഫോർഡ്. സിറ്റി ഓഫ് ഡ്രീമീസ് ഫെയർ എന്നറിയപ്പെടുന്നത് എന്താണ്? ഓക്സ്ഫോർഡ്. സിറ്റി ഓഫ് ഡ്രീമീസ് ഫെയർ എന്നറിയപ്പെടുന്നത് ഓക്സ്ഫോർഡ്. സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ. സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എന്താണ്? കാശ്മീർ. കാശ്മീരിനെയാണ് ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എന്താണ്? കാശ്മീർ. സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എന്താണ്? കാശ്മീർ. ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? കാശ്മീരിനെയാണ് ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്ന് അറിയപ്പെടുന്നത് അല്ലേ? ലാൻഡ് ഓഫ് 5 റിവേഴ്സ്. 5 നദികളുടെ നാട് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? പഞ്ചാബ്. 5 നദികളുടെ ലാൻഡ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? പഞ്ചാബ്. ലാൻഡ് ഓഫ് 5 റിവേഴ്സ്. 5 നദികളുടെ നാട് എന്ന് അറിയപ്പെടുന്നത് പഞ്ചാബ്. ലാൻഡ് ഓഫ് 5 റിവേഴ്സ്. ലാൻഡ് ഓഫ് 5 റിവേഴ്സ് എന്നറിയപ്പെടുന്നത് എന്താണ്? പഞ്ചാബിനെയാണ് 5 നദികളുടെ നാടെന്ന് അറിയപ്പെടുന്നത് അല്ലേ? ലാൻഡ് ഓഫ് ഗോൾഡൻ ഫ്ലീസ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ആണ് ലാൻഡ് ഓഫ് ഗോൾഡൻ ഫ്ലീസ് എന്ന്
എന്ന് അറിയപ്പെടുന്നത്? ലാൻഡ് ഓഫ് ഗോൾഡൻ ഫ്ലീസ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് എന്നറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് ഗോൾഡൻ ഫ്ലീസ് എന്ന് അറിയപ്പെടുന്നത്. ലാൻഡ് ഓഫ് ഗോൾഡൻ ഫ്ലീസ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഓസ്ട്രേലിയയാണ്. ഹോളി ലാൻഡ് വിശുദ്ധ സ്ഥലം എന്ന് അറിയപ്പെടുന്നത് എന്തിനാണ്? പാലസ്തീൻ. പാലസ്തീനെയാണ് വിശുദ്ധ സ്ഥലം എന്ന് അറിയപ്പെടുന്നത്. ഹോളി ലാൻഡ് എന്ന് അറിയപ്പെടുന്നത് എന്തിനാണ്? പാലസ്തീനെയാണ്. പാലസ്തീനെയാണ് എന്നറിയപ്പെടുന്നത് ഹോളി ലാൻഡ് വിശുദ്ധ സ്ഥലം എന്ന് അറിയപ്പെടുന്നത്. പാലസ്തീനെയാണ് ഹോളി ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. പാലസ്തീനെയാണ് ഹോളി ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. ലാൻഡ് ഓഫ് ദി മോർണിംഗ് ക്യാമ്പ്. ലാൻഡ് ഓഫ് ദി മോർണിംഗ് ക്യാമ്പ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? സൗത്ത് കൊറിയയാണ് ലാൻഡ് ഓഫ് ദി മോർണിംഗ് ക്യാമ്പ് എന്ന് പറയുന്നത്. എന്താണ്? സൗത്ത് കൊറിയ. സൗത്ത് കൊറിയയാണ് ലാൻഡ് ഓഫ് മോർണിംഗ് ക്യാമ്പ് എന്ന് പറയുന്നത്. ലാൻഡ് ഓഫ് ദി മിഡ് നൈറ്റ് സൺ. ലാൻഡ് ഓഫ് ദി മിഡ് നൈറ്റ് സൺ എന്ന് അറിയപ്പെടുന്നത് എന്തിനാണ്? ലാൻഡ് ഓഫ് ദി മിഡ് നൈറ്റ് സൺ എന്ന് അറിയപ്പെടുന്നത് നോർവേ ആണ്. നോർവേ ആണ് പാതിരാ സൂര്യന്റെ നാടെന്ന് അറിയപ്പെടുന്നത്. നോർവേ ആണ് പാതിരാ സൂര്യന്റെ നാടെന്ന് അറിയപ്പെടുന്നത്. ലാൻഡ് ഓഫ് ദി മിഡ് നൈറ്റ് സൺ എന്ന് അറിയപ്പെടുന്നത് എന്തിനാണ്? നോർവേ. നോർവേ ആണ് പാതിരാ സൂര്യന്റെ നാടെന്ന് അറിയപ്പെടുന്നത്. സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് എന്താണ്? സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് കാശ്മീരിനെയാണ്. അതുപോലെ ലാൻഡ് ഓഫ് ഫയർ റിവേഴ്സ് എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ്? ലാൻഡ് ഓഫ് ഫയർ റിവേഴ്സ് എന്ന് അറിയപ്പെടുന്നത് പഞ്ചാബിനെയാണ്. ലാൻഡ് ഓഫ് ഗോൾഡൻ ഫ്ലീസ് എന്ന് അറിയപ്പെടുന്നത് ഓസ്ട്രേലിയയാണ്. ഹോളി ലാൻഡ് എന്ന് അറിയപ്പെടുന്നത് പാലസ്തീനെയാണ്. ലാൻഡ് ഓഫ് ദി മോർണിംഗ് ക്യാമ്പ് എന്ന് അറിയപ്പെടുന്നത് സൗത്ത് കൊറിയയാണ്. ലാൻഡ് ഓഫ് ദി മിഡ് നൈറ്റ് സൺ എന്ന് അറിയപ്പെടുന്നത് നോർവേയാണ്. അപ്പൊ നമ്മളിപ്പോ പഠിച്ചിരിക്കുന്നത് എന്താണ്? ഫാബ്രിക്കേറ്റ്സ് ആണല്ലേ. ഏതൊക്കെ നമ്മൾ ഇന്ന് പറഞ്ഞത്? നമ്മൾ ഇന്ന് പറഞ്ഞത് പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്നത് എന്താണ്? പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്നത് ജയ്പൂരാണ്. ജയ്പൂരിനെയാണ് എന്ത് പറയുന്നത്? പിങ്ക് സിറ്റി എന്ന് പറയുന്നത്. പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്നത് ജയ്പൂരാണ്. പ്ലേ ഗ്രൗണ്ട് ഓഫ് യൂറോപ്പ്. യൂറോപ്പിന്റെ പ്ലേ ഗ്രൗണ്ട് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? സ്വിറ്റ്സർലാൻഡ് ആണ്. സ്വിറ്റ്സർലാൻഡ് ആണ് യൂറോപ്പിന്റെ കളിസ്ഥലം എന്ന് അറിയപ്പെടുന്നത്. ഫോർബിഡൻ പ്ലേസ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഷാങ്ഹായി ആണല്ലേ. ഷാങ്ഹായി ആണ് എന്ന് പറയുന്നത്. ഷാങ്ഹായി ആണ് ഫോർബിഡൻ പ്ലേസ് എന്ന് പറയുന്നത്. പ്ലേറ്റു കോണ്ടിനെന്റ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ആഫ്രിക്ക. പ്ലേറ്റു കോണ്ടിനെന്റ് എന്ന് അറിയപ്പെടുന്നത് ആഫ്രിക്ക. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ്? ബാംഗ്ലൂരിനെയാണ് ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്ന് അറിയപ്പെടുന്നത് അല്ലേ. ബിഗ് ആപ്പിൾ എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ബിഗ് ആപ്പിൾ എന്ന് അറിയപ്പെടുന്നത് ന്യൂയോർക്കിനെയാണ് അല്ലേ. സിറ്റി ഓഫ് ജോയി എന്ന് അറിയപ്പെടുന്നത് എന്താണ്? സിറ്റി ഓഫ് ജോയി എന്ന് അറിയപ്പെടുന്നത് സന്തോഷത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ കൊൽക്കട്ടയാണ് എന്ന് പറയുന്നത്. സിറ്റി ഓഫ് ജോയി എന്ന് പറയുന്നത് അല്ലേ. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് അറിയപ്പെടുന്നത് എന്താണ്? കേരള. ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് കേരളത്തെ അറിയപ്പെടുന്നത് അല്ലേ. ദ ക്യൂൻ ഓഫ് ദി അറേബ്യൻ സീ. അറബിക്കടലിന്റെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നത് എന്താണ്? കൊച്ചിയാണ്. കൊച്ചിയാണ് അറബിക്കടലിന്റെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നത്. ദ ലാൻഡ് ഓഫ് 1000 ലേക്സ്. 1000 തടാകത്തിന്റെ നാട് എന്ന് അറിയപ്പെടുന്നത് ഫിൻലാൻഡ് ആണ്. ഫിൻലാൻഡ് ആണ് ദ ലാൻഡ് ഓഫ് 1000 ലേക്സ് എന്ന് അറിയപ്പെടുന്നത്. വിൻഡ് സിറ്റി എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ചിക്കാഗോയാണ്. ചിക്കാഗോയാണ് വിൻഡ് സിറ്റി എന്ന് അറിയപ്പെടുന്നത്. ബ്ലൂ മൗണ്ടൻസ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? നീലഗിരിയാണ് ബ്ലൂ മൗണ്ടൻസ് എന്ന് അറിയപ്പെടുന്നത്. അബോർഡ് ഓഫ് സ്നോ എന്ന് അറിയപ്പെടുന്നത് മഞ്ഞുവാസം എന്ന് അറിയപ്പെടുന്നത് ഹിമാലയത്തെയാണ്. ഹിമാലയത്തെയാണ് അബോർഡ് ഓഫ് സ്നോ എന്ന് അറിയപ്പെടുന്നത്. എംപയർ സിറ്റി സാമ്രാജ്യ നഗരം എന്ന് അറിയപ്പെടുന്നത് എന്തിനാണ്? ന്യൂയോർക്കിനെയാണ്. ന്യൂയോർക്കിനെയാണ് സാമ്രാജ്യ നഗരം എന്ന് അറിയപ്പെടുന്നത്. ലാൻഡ് ഓഫ് ലില്ലീസ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ലാൻഡ് ഓഫ് ലില്ലീസ് എന്ന് അറിയപ്പെടുന്നത് കാനഡയാണ്. കാനഡയാണ് ലാൻഡ് ഓഫ് ലില്ലീസ് എന്ന് അറിയപ്പെടുന്നത്. സിറ്റി ഓഫ് ഡ്രീമിംഗ് സ്പെയർ എന്ന് അറിയപ്പെടുന്നത് എന്താണ്? സിറ്റി ഓഫ് ഡ്രീമിംഗ് സ്പെയർ എന്ന് അറിയപ്പെടുന്നത് ഓക്സ്ഫോർഡ് ആണ്. സിറ്റി ഓഫ് ഡ്രീമിംഗ് സ്പെയർ എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഓക്സ്ഫോർഡ്. സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? കാശ്മീരിനെയാണ് ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്ന് അറിയപ്പെടുന്നത് അല്ലേ. ലാൻഡ് ഓഫ് ഫയർ റിവേഴ്സ് എന്താണ് അറിയപ്പെടുന്നത്?
അറിയപ്പെടുന്നത്? പഞ്ചാബിനെയാണ് 5 നദികളുടെ നാടെന്ന് അറിയപ്പെടുന്നത്. ലാൻഡ് ഓഫ് ഗോൾഡൻ ഫ്ലീസ് അറിയപ്പെടുന്നത് എന്താണ്? ഓസ്ട്രേലിയ. ലാൻഡ് ഓഫ് ഗോൾഡൻ ഫ്ലീസ് അറിയപ്പെടുന്നത് ഓസ്ട്രേലിയയാണ്. ഹോളി ലാൻഡ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? പാലസ്തീനെയാണ് വിശുദ്ധ സ്ഥലം എന്ന് അറിയപ്പെടുന്നത്. ഹോളി ലാൻഡ് എന്നറിയപ്പെടുന്നത് പാലസ്തീനെയാണ്. ലാൻഡ് ഓഫ് ദി മോർണിംഗ് കാം എന്നറിയപ്പെടുന്നത് എന്താണ്? സൗത്ത് കൊറിയയാണ്. ലാൻഡ് ഓഫ് ദി മോർണിംഗ് കാം എന്ന് അറിയപ്പെടുന്നത്. ലാൻഡ് ഓഫ് ദി മിഡ് നൈറ്റ് സൺ, പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് എന്താണ്? നോർവേയാണ് ലാൻഡ് ഓഫ് ദി മിഡ് നൈറ്റ് സൺ എന്ന് അറിയപ്പെടുന്നത്. പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേയാണ്. അപ്പൊ ഇന്ന് പഠിപ്പിച്ച സോഫിക്കറ്റ്സ് എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവരും നോട്ട് എഴുതിയിട്ട് അത് എനിക്ക് സെൻഡ് ചെയ്ത് തരണം. എന്നിട്ട് അത് പഠിച്ചിട്ട് അതിന്റെ വോയിസും ഇട്ട് തരണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? താങ്ക് യു. ഗുഡ് മോർണിംഗ് മക്കളെ. ഗുഡ് മോർണിംഗ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചു. അപ്പൊ നമുക്ക് കുറച്ച് പഠിച്ചാലോ? എല്ലാരും ടെക്സ്റ്റും നോട്ട്ബുക്കും ഒക്കെ എടുത്തോ? എടുത്തു അല്ലേ? നമ്മള് മലയാളമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാരും മലയാളത്തിന്റെ ടെക്സ്റ്റ് ഒക്കെ എടുത്തു വെച്ചോ? ഓക്കെ. എങ്കിലും ടീച്ചർ ഒന്ന് ചോദിക്കട്ടെ, എല്ലാവർക്കും എക്സാം എളുപ്പമായിരുന്നോ? എല്ലാവരും നല്ലപോലെ എഴുതിയോ എക്സാം? എല്ലാം പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? അതുകൊണ്ട് എല്ലാവർക്കും നല്ലപോലെ എഴുതാൻ പറ്റിയില്ലേ? ഓക്കെ. എങ്കിൽ അപ്പൊ നമുക്ക് ബാക്കിയുള്ള പാഠങ്ങൾ പഠിച്ചാലോ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം 7 തിരുവോണം. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? തിരുവോണം. ഓണം എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഓണം ആഘോഷിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ആണല്ലേ? ഓണം ആഘോഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഓണത്തിന് നമ്മൾ എന്തൊക്കെ ചെയ്യും? ടീച്ചർ ഒന്ന് പറഞ്ഞു തന്നേ. എന്തൊക്കെ ചെയ്യാറുണ്ട്? അത്തപ്പൂ ഇടും അല്ലേ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അത്തപ്പൂ ഇടുന്നത്. പിന്നെ എന്ത് ചെയ്യും? നമ്മള് ഓണസദ്യ കഴിക്കും ഇല്ലേ? ഊഞ്ഞാലിടും, പുത്തൻ ഉടുപ്പുകളൊക്കെ കിട്ടും. ഓണം ആഘോഷിക്കാൻ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ഓണത്തെ കുറിച്ചുള്ള ഒരു പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താ നമ്മുടെ പാഠത്തിന്റെ പേര്? തിരുവോണം. തുടങ്ങാം നമുക്ക്. എല്ലാവരും ടെക്സ്റ്റിൽ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓണം ഏത് മാസത്തിലാ വരുന്നത്? നിങ്ങൾക്ക് അറിയാമോ? ഏത് മാസത്തിലാ? ചിങ്ങമാസം അല്ലേ? എല്ലാവരും കേട്ടിട്ടില്ലേ? ഓണം ചിങ്ങമാസത്തിലാണ് ഓണം വരുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ നമ്മുടെ പാഠം? എല്ലാവരും ടെക്സ്റ്റ് നോക്കിക്കേ, ടീച്ചർ വായിക്കാം. ചിങ്ങമാസം പിറന്നു. ശരത്കാലാഗമം സൂചിപ്പിച്ചുകൊണ്ട് ആകാശത്തിൽ മനോഹരങ്ങളായ വെള്ളി മേഘങ്ങൾ അണിനിരക്കുന്നു. നോക്കിക്കേ, ചിങ്ങമാസം പിറന്നു. അതിന്റെ അർത്ഥം എന്താ? ഓണക്കാലം വരുന്നു അല്ലേ? ഓണം എന്താ വന്നു. ശരത്കാലാഗമം സൂചിപ്പിച്ചുകൊണ്ട് ആകാശത്തിൽ മനോഹരങ്ങളായ വെള്ളി മേഘങ്ങൾ അണിനിരക്കുന്നു അല്ലേ? ഓണക്കാലത്തിന്റെ പ്രത്യേകത എന്താ? എല്ലാ ചെടികളും പൂവിട്ടൊക്കെ നല്ല വളരെ മനോഹരമായിട്ട് കാണുന്ന ഒരു സമയമാണ്. അപ്പൊ ശരത്കാലം ശരത്കാലം വന്നു എന്ന് സൂചിപ്പിക്കാനായിട്ട് നമ്മുടെ ആകാശത്തിൽ മേഘങ്ങൾ എങ്ങനെ അണിനിരന്നു നിൽക്കുന്നു? വെള്ളി മേഘങ്ങൾ അല്ലെ? വെള്ളി മേഘങ്ങൾ അണിനിരന്നു നിൽക്കുന്നു. കൊയ്ത്തു കഴിഞ്ഞ് വയലുകളിലെല്ലാം കന്നുകാലികൾ മേഞ്ഞു നടക്കുന്നു. ഓണനിലാവിനാൽ പൂത്തു നിൽക്കുന്ന പ്രകൃതി. നോക്കിക്കേ, എന്താണ് നമ്മള് ഓണത്തിന് മുമ്പിലേ ചിങ്ങമാസം വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പാടങ്ങളിലെല്ലാം നമ്മള് കൃഷി ചെയ്തു വെക്കും ഇല്ലേ? നെൽകൃഷി ആയാലും ബാക്കിയുള്ള പച്ചക്കറി എല്ലാം നമ്മള് കൃഷി ചെയ്യും. ഇപ്പം ഓണ സമയത്താണ് നമ്മൾ ഇതെല്ലാം വിളവെടുക്കുന്നത്. കാരണം ഇതെല്ലാം നമുക്ക് ഓണത്തിനായിട്ടാണ് നമ്മൾ കൃഷി ചെയ്ത് വെക്കുന്നത്. ഓണത്തിന് വേണ്ടുന്ന പച്ചക്കറികളും അരികളും എല്ലാം നമ്മൾ കൃഷി ചെയ്തിട്ട് ഓണസമയം ചിങ്ങമാസം ആകുമ്പോഴത്തേക്കും അതെല്ലാം വിളവെടുക്കും. നോക്കിക്കേ, കൊയ്ത്ത് കഴിഞ്ഞ് വയലുകളിലെല്ലാം കന്നുകാലികൾ മേഞ്ഞു നടക്കുന്നു. അങ്ങനെ വിളവെടുത്ത വയലിലെല്ലാം കന്നുകാലികൾ മേഞ്ഞു നടക്കുന്നു. പശുവും കാളയല്ലേ കന്നുകാലികളെല്ലാം മേഞ്ഞു നടക്കുന്നു. ഓണനിലാവിനാൽ പൂത്തു നിൽക്കുന്ന പ്രകൃതി. ഓണത്തിന്റെ ഭംഗിയിൽ അല്ലെ? നല്ല ഭംഗിയിൽ പ്രകൃതി പൂത്തു നിൽക്കുന്നു. എല്ലാ ചെടികളും പൂവിട്ട് വളരെ മനോഹരമായിട്ട് പ്രകൃതി കാണപ്പെടുന്നു. മനസ്സിലായ മക്കൾക്ക്? എന്താ നമ്മൾ വായിച്ചത്? ചിങ്ങമാസം പിറന്നു. ശരത്കാലാഗമം സൂചിപ്പിച്ചുകൊണ്ട് ആകാശത്തിൽ മനോഹരങ്ങളായ വെള്ളി മേഘങ്ങൾ അണിനിരക്കുന്നു. കൊയ്ത്തു കഴിഞ്ഞ് വയലുകളിലെല്ലാം കന്നുകാലികൾ മേഞ്ഞു നടക്കുന്നു. ഓണനിലാവിനാൽ പൂത്തു നിൽക്കുന്ന പ്രകൃതി. പ്രകൃതി എങ്ങനെ നിൽക്കുന്നു? ഓണനിലാവിനാൽ പൂത്തു നിൽക്കുന്നു. പല നിറത്തിലും പലതരത്തിലുമുള്ള പൂക്കൾ എവിടെ നോക്കിയാലും കാണാം.
അല്ലെ? പൂക്കളെല്ലാം ഒരേപോലെ ഇരിക്കുകയാണോ? അല്ല, പൂക്കളെല്ലാം പല രീതിയിലുള്ള പൂക്കളുണ്ട്, പല നിറത്തിലുള്ള പൂക്കളുണ്ട്, അല്ലെ? പല മണത്തിലുള്ള പൂക്കളുണ്ട്. അങ്ങനെ എന്താണ്, പല നിറത്തിലും തരത്തിലുമുള്ള പൂക്കൾ എവിടെ നോക്കിയാലും എന്താണ്, പൂത്തു നിൽക്കുന്നു. അത്തം തൊട്ട് 10 ദിവസം മുറ്റത്ത് കളമെഴുതി പൂവിടുക എന്നതാണ് ഓണാഘോഷ ചടങ്ങുകളിൽ പ്രഥമവും പ്രധാനവും. ഇല്ലേ? ഓണത്തിന് നമ്മൾക്ക് എന്താണ്, നമ്മുടെ ചിങ്ങമാസം വരാൻ കാത്തിരിക്കുകയാണ്. എന്തിന്? അത്തപ്പൂക്കളിടാൻ. അല്ലേ? എല്ലാവരും ഇടത്തില്ലേ അത്തപ്പൂക്കളം വീടല്ലേ? എല്ലാവരും ഇടത്തില്ലേ? നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണ് അത്തപ്പൂ ഇടാൻ? ഇഷ്ടമാണല്ലേ? അപ്പം ടീച്ചറിനൊക്കെ എന്താണ്, അത്തപ്പൂ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെല്ലാം എന്താണ്, ഓണം വരാൻ കാത്തിരിക്കുക. രാവിലെ എഴുന്നേറ്റ് പോയി പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്ന് നമ്മൾ മുറ്റത്തില്ലേ ചാണകം മെഴുകി നമ്മൾ അത്തപ്പൂ ഇടും. ഇടത്തില്ലേ? എല്ലാരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ? ഓക്കെ, നോക്കിക്കേ. ഓണാഘോഷ ചടങ്ങുകളിൽ പ്രഥമവും പ്രധാനവും എന്ത് തന്നെയാണ്, ഈ അത്തപ്പൂ ഇടുന്നത്. പൂവട്ടികളും കഴുത്തിൽ തൂക്കി പൂതേടി ഇറങ്ങുന്ന പല പ്രായത്തിലുള്ള ബാലികാ ബാലന്മാരുടെ ജാഥ മുൻകാലങ്ങളിൽ നാട്ടിൻപുറങ്ങളിൽ കാണാമായിരുന്നു. അല്ലേ? പണ്ടത്തെ കാലത്തോടെ പറഞ്ഞത് മുൻകാലങ്ങളിൽ നാട്ടിൻപുറത്ത് കാണുന്ന ഒരു കാഴ്ചയായിരുന്നു. അല്ലേ? പൂവട്ടിയും കഴുത്തിൽ തൂക്കി കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ പൂ പറിക്കാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യാറുണ്ടോ? ഓണക്കാലം ആകുമ്പോഴത്തേക്കും കൂട്ടുകാരെല്ലാം ആയിട്ട് രാവിലെ ഒരു വട്ടിയും പിടിച്ച് പൂ പറിക്കാൻ പോകാറുണ്ടോ? പോകാറുണ്ടോ ആരെങ്കിലും? ഇപ്പം ഉണ്ടില്ലേ? കുറച്ചു പേരൊക്കെ പോകാറുണ്ട്. ടീച്ചറൊക്കെ പോകുമായിരുന്നു പണ്ട് കുട്ടിക്കാലത്ത്. എന്താ, രാവിലെ എഴുന്നേറ്റ് കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ വട്ടിയൊക്കെ ആയിട്ട് പൂ പറിക്കാൻ പോകുമായിരുന്നു. നമുക്ക് പണ്ട് നാട്ടിൻപുറങ്ങളിൽ നോക്കാമെങ്കിൽ ഈ ഒരു കാഴ്ച എന്താണ്, എല്ലായിടവും കാണാറുണ്ട്. കാരണം എല്ലാ കുട്ടികളും രാവിലെ എണീറ്റ് കൂട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി എല്ലാവരും കൂടെ ഒരുമിച്ച് പൂവൊക്കെ പറിക്കാൻ പോകുന്ന ഒരു കാഴ്ച എന്ത് വളരെ മനോഹരമുള്ള ഒരു കാഴ്ചയാണത്. നിറഞ്ഞ പൂക്കൂടങ്ങളുമായി അവർ വീടുകളിൽ തിരിച്ചെത്തുമായിരുന്നു. പൂവിടുക എന്ന കൃത്യം സ്ത്രീകളാണ് ചെയ്തിരുന്നത്. അല്ലെ? നമ്മള് പുറത്തു പോയി കൂട്ടുകാരുമായിട്ട് പോയി പൂ പറിച്ചുകൊണ്ട് വന്ന് എന്തോ ചെയ്യും, നമ്മുടെ അമ്മമാരേലും അമ്മൂമ്മമാരേലൊക്കെ കൊടുക്കുമ്പോൾ അവരെന്തോ ചെയ്യും, നല്ല ഭംഗിയിൽ മുറ്റത്ത് ചാണകം മെഴുകി അത് അത്തപ്പൂ ഇടും. അല്ലെ? അങ്ങനല്ലേ ചെയ്യുന്നത്? തികഞ്ഞ കലാഭംഗിയോട് കൂടിയ പലതരത്തിലുള്ള പുഷ്പചിത്രങ്ങൾ ഓണക്കാലത്ത് വീടുകൾ തോറും നടന്നു നോക്കിയാൽ കാണാമായിരുന്നു. അല്ലെ? ഓരോ വീടിന്റെയും മുന്നിൽ ചെല്ലുമ്പോൾ എന്താണ്, അവിടെ എന്താ, തികഞ്ഞ കലാഭംഗിയോട് കൂടിയുള്ള പലതരത്തിലുള്ള പുഷ്പചിത്രങ്ങൾ. എന്നുവെച്ചാൽ എന്താ, പുഷ്പങ്ങൾ കൊണ്ട് എന്താ ചിത്രം വരച്ചേക്കും. അല്ലെ? പല ആകൃതിയിൽ, ചിലര് സ്റ്റാർ രീതിയിലാത്തോടുന്നെങ്കിൽ ചിലര് വട്ടമായിരിക്കും, ചിലര് വേറെ രീതിയിൽ ഇങ്ങനെ ഒരു പൂവിന്റെ ആകൃതിയിൽ തന്നെ അത്തപ്പൂ ഇടാറുണ്ട്. അപ്പൊ എന്താ, ഓരോ വീടുകളിലും ഓരോ രീതിയിലാണ് അത്തപ്പൂ ഇടുന്നത്. അപ്പൊ നമ്മള് ഓരോ വീടിന്റെയും മുന്നിൽ ചെന്ന് നോക്കുകയാണെങ്കിൽ മുന്നിൽ കൂടെ നടന്നു പോകാൻ നമുക്ക് എന്താണ്, പല രീതിയിലുള്ള എന്താ പുഷ്പചിത്രങ്ങൾ കാണാം, പുഷ്പങ്ങൾ കൊണ്ടുള്ള ചിത്രങ്ങൾ കാണാം. അത് അത്രയും ഭംഗിയിൽ അവർ എന്ത് ചെയ്യുന്നു, അത്തപ്പൂ ഇട്ട് വെച്ചേക്കും. ഇന്നത് ചുരുക്കം ചില വീടുകളിൽ മാത്രം കാണാം. ഇന്ന് എല്ലാ വീടുകളിലും നമുക്ക് കാണാൻ പറ്റുമോ? ഓണസമയമാകുമ്പോൾ നമ്മൾ അത്തം തൊട്ട് നമ്മൾ എല്ലാ വീടിന്റെയും മുറ്റത്തൊന്ന് പോയി നോക്കിയാൽ നമുക്ക് ഈ അത്തപ്പൂ കാണാൻ പറ്റുമോ? പറ്റത്തില്ല. ഇന്ന് ചുരുക്കം ചില വീടുകളിൽ മാത്രമേ ഇങ്ങനെ അത്തപ്പൂ കുട്ടികൾ പോയി പൂ പറിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടു കൊടുത്ത് അമ്മമാരിൽ അത്തപ്പൂ ഇടുന്ന കാഴ്ച വളരെ വിരളമാണ്. അല്ലേ? നമുക്ക് എല്ലാ വീടുകളിലും അങ്ങനെ കാണാൻ പറ്റില്ല. എന്താ, നമുക്ക് സമയമില്ല, ഓരോരുത്തർ ഓരോ ജോലി തിരക്കിലൊക്കെയാണ്. അപ്പൊ എല്ലാ വീടിന്റെയും മുറ്റത്തിൽ നിന്ന് നമുക്ക് ഈ പൂക്കളം കാണാൻ പറ്റില്ല. തൃക്കാക്കരയപ്പനെ എഴുന്നള്ളിയിരിക്കാനുള്ള പുഷ്പാസനം രചിക്കുക എന്നതാണ് ഇതിന്റെ സങ്കല്പം. നമ്മൾ അത്തപ്പൂ ഇടുമ്പോ എന്താണ്, അത്തപ്പൂവിന്റെ നടുക്ക് നമ്മളിങ്ങനെ ഒരു രൂപം ഉണ്ടാക്കി വെക്കാറുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ തൃക്കാക്കരയപ്പനെ സങ്കല്പിച്ചിരുത്തി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്താണ്, തൃക്കാക്കരയപ്പനെ ഇരിക്കാനുള്ള നമ്മളൊരു ഇരിപ്പിടം ഉണ്ടാക്കുക, പൂക്കൾ കൊണ്ടുള്ള ഒരു ഇരിപ്പിടം ഉണ്ടാക്കുകയാണ് ഈ അത്തപ്പൂ ഇടുന്നത് എന്നാണ് അതിന്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നത്. ദേവനെ മുറ്റത്ത് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പൂവിടുന്ന ചടങ്ങ് നിർത്തിവെക്കുകയാണ് പതിവ്. അപ്പൊ എന്താണ്, തൃക്കാക്കരയപ്പനെ മുറ്റത്ത് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മളിങ്ങനെ പൂവിടേണ്ട കാര്യമില്ല. അത് ആ ഒരു ചടങ്ങ് നമ്മൾ നിർത്തിവെക്കും. മൂലം നാളിലാണ് തൃക്കാക്കരയപ്പനെ വയ്ക്കുക. ബ്രാഹ്മണരും അമ്പലവാസികളും അത്തം നാളിൽ തന്നെ ഈ ചടങ്ങ് നടത്തുമത്രേ. ഇപ്പൊ എന്താണ്, മൂലം നാളിലാണ് നമ്മളൊക്കെ തൃക്കാക്കരയപ്പനെ വെക്കുന്നത്. പക്ഷെ എന്നാ ബ്രാഹ്മണരും അമ്പലവാസികളൊക്കെ എന്താ, അവർ അത്തം നാളിൽ തന്നെ തൃക്കാക്കരയപ്പനെ എന്താ പുഷ്പാസനത്തിലല്ലേ പുഷ്പം കൊണ്ടുണ്ടാക്കിയ ഒരു ഇരിപ്പിടത്തിൽ അങ്ങ് വെക്കുന്നു. മറ്റുള്ളവരുടെ ഇടയിൽ മൂലത്തുനാൾ മുടിയണിഞ്ഞ് മുട്ടിയിന്മേൽ കയറ്റണം എന്നാണ് പ്രമാണം. എന്താ ഈ മൂലത്തുനാൾ മുടിയണിഞ്ഞ് മുട്ടിയിന്മേൽ കയറ്റണം? അവരെങ്ങനെ പറയുന്നത്? എന്താ അങ്ങനെ പറയുന്നത്? നമ്മളൊക്കെ എങ്ങനെയാ മൂലം നാളിലാണ് തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുന്നത്. പക്ഷെ ബ്രാഹ്മണരുടെ അമ്പലവാസികൾ എന്ത് ചെയ്യുന്നു, അതിനു മുമ്പേ അത്തം നാളിൽ തന്നെ ഈ തൃക്കാക്കരയപ്പനെ പുഷ്പാസനത്തിലല്ലേ പുഷ്പം കൊണ്ടുണ്ടാക്കി ഇരിപ്പിടത്തില് സമർപ്പിക്കും. അപ്പൊ ഈ മൂലത്തുനാൾ മുടിയണിഞ്ഞ് മുട്ടിയിന്മേൽ കയറ്റണം എന്ന് വെച്ചാൽ എന്താ, നോക്കിക്കേ, ഒരു പലകയിട്ട് അതിനു മീതെ നാക്കില കിഴക്കോട്ട് വെച്ച്
എന്താ കിഴക്കോട്ട് എങ്ങനെ വെച്ച് നാക്കാക്കി വെച്ച് തൃക്കാക്കരയപ്പനെ വയ്ക്കുകയും അതിന്റെ തലയിൽ അരിമാവ് കലക്കി അണിയുകയും അണിഞ്ഞ ശേഷം മുടിയായി തെച്ചിക്കുലയും തുളസിപ്പൂവും കുത്തനെ തറയ്ക്കുകയും ചെയ്യുന്നു. എന്താ പറയുന്നത്? നമ്മള് നേരത്തെ പറഞ്ഞില്ലേ തൃക്കാക്കരയപ്പനെ സമർപ്പിക്കുക എങ്ങനെയാണ് നോക്കിക്കേ. ഒരു പലക ഇട്ടിട്ട് അതിന് മേലെ നമ്മള് നാക്കില വെക്കും. നാക്കില എന്ന് വെച്ചാൽ എന്താ തൂശനില് വാഴയുടെ ആ ഒരു തുമ്പില അല്ലെ, അത് വെട്ടിക്കൊണ്ട് വന്നിട്ട് ആ പലകയുടെ മുകളിൽ എങ്ങനെ വെക്കും? കിഴക്കോട്ട് നോക്കി വെക്കും അല്ലെ. ആ നാക്കലയുടെ ആ തുമ്പ് നമ്മൾ വെട്ടിക്കൊണ്ട് വന്ന തൂശനയുടെ തുമ്പ് എങ്ങനെ ഇരിക്കണം? ആ ഒരു അറ്റം കിഴക്കോട്ട് നോക്കി ഇരിക്കത്തക്ക രീതിയിൽ നാക്കാക്കി നമ്മുടെ നാക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ ഇരിക്കുമല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അതിലാണ് നമ്മൾ അര വെക്കുന്നത്. തൃക്കാക്കരയപ്പനെ വെച്ചിട്ട് അതിന്റെ തലയിൽ എന്ത് ചെയ്യും? അരിമാവ് കൊണ്ട് അരിമാവ് കലക്കി അണിയും. ഒരു മുടി രീതിയിൽ വരാനാണ് അരിമാവ് കലക്കി അണിഞ്ഞിങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അണിഞ്ഞ ശേഷം മുടിയായിട്ട് എന്ത് ചെയ്യുന്നു? തെച്ചിക്കൂല. തെച്ചിപ്പൂവ് കണ്ടിട്ടുണ്ടോ മക്കള്? തെച്ചിപ്പൂവും തുളസിയിലയും കൂടി ഇങ്ങനെ കുത്തി നിർത്തും. അപ്പൊ അങ്ങനെ നമ്മുടെ തല ഇങ്ങനെ ആക്കിയിട്ട് മുടി ഇടത്തില്ലേ ഇങ്ങനെ വിരിച്ച്, അതുപോലെ വരാനായിട്ടാണ് ഈ തെച്ചിക്കുലയും തുളസിപ്പൂവെല്ലാം വെച്ച് ഇങ്ങനെ മുടിയായിട്ട് ഇങ്ങനെ വെക്കുന്നു. അതാണ് നമ്മൾ വായിച്ചത്. മൂലത്തുനാൾ മുടിയണിഞ്ഞ് മുട്ടിയിന്മേൽ കയറ്റണം. കണ്ടോ? മൂലനാളിലാണ് നമ്മളെ ഉള്ള സാധാരണ ആൾക്കാര് തൃക്കാക്കരയപ്പനെ സമർപ്പിക്കുന്നത്. എങ്ങനെയാണ്? ഒരു പലകയിട്ടിട്ട് അതിന്റെ മുകളിലൊരു തൂശനിലല്ലേ നാക്കില നമ്മുടെ വാഴ കെട്ടിക്കൊണ്ട ആ തുമ്പല എങ്ങോട്ട് വെക്കും? കിഴക്കോട്ട് നാക്കാക്കി വെച്ചിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ തൃക്കാക്കരയപ്പനെ വയ്ക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിന്റെ തലയിൽ അരിമാവ് കലക്കി അരിമാവ് കലക്കി അണിയുകയും എന്നിട്ട് അതിൻ്റെ അകത്ത് മുടി എന്ന് തോന്നിപ്പിക്കാനായിട്ട് നമ്മള് തെച്ചിക്കുലയും പിന്നെന്താണ് തെച്ചിപ്പൂവിന്റെ ആ കുലയും തുളസിയിലയും കൂടി ഇങ്ങനെ കുത്തി നിർത്തും. മനസ്സിലായ മക്കൾക്ക്? ടീച്ചർ ഒന്നും കൂടെ വായിക്കാം. മൂലം നാളിലാണ് തൃക്കാക്കരയപ്പനെ വെക്കുക. ബ്രാഹ്മണരും അമ്പലവാസികളും അത്തനാളിൽ തന്നെ ഈ ചടങ്ങ് നടത്തുമത്രേ. മറ്റുള്ളവരുടെ ഇടയിൽ മൂലത്തുനാൾ മുടി അണിഞ്ഞ് മുട്ടിയിന്മേൽ കയറ്റണം എന്നാണ് പ്രമാണം. ഒരു പലകയിട്ട് അതിനു മീതെ നാക്കില കിഴക്കോട്ട് നാക്കാക്കി വെച്ച് തൃക്കാക്കരയപ്പനെ വെക്കുകയും അതിന്റെ തലയിൽ അരിമാവ് കലക്കി അണിയുകയും അണിഞ്ഞ ശേഷം മുടിയായി തെച്ചിക്കുലയും തുളസിപ്പൂവും കുത്തനെ തറയ്ക്കുകയും ചെയ്യുന്നു. ഓണപ്പൂവ് തുമ്പപ്പൂവ് മുതലായത് മുടിയിൽ വിതറുകയും പതിവാണ്. എന്നിട്ട് എന്താണ്? ഓണക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് ഓണപ്പൂവും തുമ്പപ്പൂവും അല്ലേ. അതെന്ത് ചെയ്യും? അതുപോലെ നമ്മൾ എന്ത് ചെയ്യും? മുടിയിൽ അങ്ങ് വിതറിയേക്കും. മൂലത്തുനാൾ അടുത്തടുത്ത് 2 പലകപ്പുറത്തായി 3ഉം 2ഉം തൃക്കാക്കരയപ്പനെയാണ് വെക്കുന്നത്. അപ്പൊ മൂലനാളിലാണ് നമ്മളെ പോലുള്ള സാധാരണക്കാര് തൃക്കാക്കരയപ്പനെ സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും? ഈ മൂലനാളിൽ അടുത്തടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യും? 2 പലകയിടും ഇല്ലേ. 2 പലക ഇട്ടിട്ട് അതിന്റെ അകത്തായിട്ട് 3ഉം 2ഉം തൃക്കാക്കരയപ്പന്മാരെ എന്ത് ചെയ്യും? വയ്ക്കും. പൂരാടത്തിന്റെ അന്ന് 2 സ്ഥലത്തായി 7ഉം ഉത്രാടത്തിന്റെ അന്ന് 9ഉം തിരുവോണത്തിന്റെ അന്ന് മഹാബലി അടക്കം 21 തൃക്കാക്കരയപ്പൻ വേണമെന്നുണ്ട് അല്ലേ. തിരുവോണനാൾ പുലര. മൂലനാളില് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു? പലക ഇട്ടിട്ട് അതിന്റെ പുറത്തൊരു തൂശനില വിരിച്ച് അതിൽ നമ്മൾ തൃക്കാക്കരയപ്പനെ സമർപ്പിക്കുന്നു പറഞ്ഞു. അപ്പൊ മൂലനാൾ എന്ത് ചെയ്യണം? 2 പലക ഇട്ടിട്ട് അതിനകത്ത് 2ഉം 3ഉം തൃക്കാക്കരയപ്പന്മാരെ വീതം പ്രതിഷ്ഠിക്കണം. അതുപോലെ തന്നെ നോക്കിക്കേ, മൂലം കഴിഞ്ഞിട്ട് പൂരാടത്തിന്റെ അന്ന് 2 സ്ഥലത്തായി 7ഉം ഉത്രാടത്തിന്റെ അന്ന് 9ഉം എന്താണ് തൃക്കാക്കരയപ്പന്മാരെ വെക്കണം. അപ്പൊ മൂലം കഴിഞ്ഞ് മൂലത്തിന്റെ അന്ന് നമ്മൾ 2 പലക ഇട്ടു, 2ലും 2ഉം 3ഉം തൃക്കാക്കരയപ്പന്മാരെ വെച്ചു. അത് കഴിഞ്ഞ് പൂരാടം വന്നില്ലേ. മൂലം കഴിഞ്ഞ് പൂരാട ദിവസം വരുമ്പോൾ നമ്മൾ 2 എന്താണ് 7 അല്ലെ 2 സ്ഥലത്തായിട്ട് 7 തൃക്കാക്കരയപ്പന്മാരെ ഉണ്ടാക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് എന്താണ് ഉത്രാടത്തിന്റെ അന്ന് 9 തൃക്കാക്കരയപ്പന്മാരെ ഉണ്ടാക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് തിരുവോണത്തിന്റെ അന്ന് നമ്മള് മഹാബലി അടക്കം 21 തൃക്കാക്കരയപ്പന്മാർ വേണം. എങ്കിലേ എന്താണ് തിരുവോണം പുലരു എന്നാണ് പറയുന്നത്. കാലത്താണ് മഹാബലിയെ ഒരു പീഠത്തിൽ പ്രതിഷ്ഠിക്കുന്നത് അല്ലേ. തിരുവോണത്തിന്റെ അന്ന് രാവിലെയാണ് നമ്മൾ മഹാബലി ഒരു പീഠത്തിൽ പ്രതിഷ്ഠിച്ചിരുത്തുന്നത്. ചാണകം കൊണ്ട് മെഴുകി വൃത്തിയാക്കിയ മുറ്റത്ത് അരിമാവ് കൊണ്ട് ചതുർദളമായോ അഷ്ടദളമായോ അണിഞ്ഞതിനു ശേഷമാണ് പീഠങ്ങൾ നിരത്തുന്നത്. അപ്പൊ എന്താണ് തിരുവോണത്തിന്റെ അന്ന് രാവിലെ നമ്മൾ മഹാബലി എന്ത് ചെയ്യണം? ഒരു പീഠത്തിൽ പ്രതിഷ്ഠിച്ച് ഇരുത്തണം. അപ്പൊ നമ്മൾ എങ്ങനെ ഇരുത്തുന്നത്? ചാണകം കൊണ്ട് മെഴുകി വൃത്തിയാക്കിയ മുറ്റത്തിൽ. നമ്മൾ അങ്ങനല്ലേ അത്തപ്പൂ ഇടുന്നത്? അങ്ങനല്ലേ ചാണകം കൊണ്ട് മെഴുകിയിട്ടല്ലേ അത്തപ്പൂ ഇടുന്നത്? അതുപോലെ തന്നെ ചാണകം കൊണ്ട് നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ മെഴുകിയിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ അകത്ത് നമ്മൾ അഷ്ടദളമായോ ചതുർദളമായോ എന്ന് വെച്ചാൽ എനിക്ക് 4 ഇതള് കാണും, അല്ലെങ്കിൽ 8 ഇതള് കാണും. അതിൻ്റെ അകത്താണ് നമ്മൾ ഈ പീഠങ്ങളെല്ലാം നിരത്തി വെക്കുന്നത്. മനസ്സിലായോ മക്കൾക്ക്? നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ് തൃക്കാക്കരയപ്പനെ വെക്കുക എന്ന് പറയുന്നത്?
ഓണത്തിന്റെ ഒരു വലിയ ഭാഗം തന്നെയാണ്. അപ്പൊ നമ്മള് അത്തപ്പൂ ഇടുന്നത് പോലെ തന്നെ ചാണകം കൊണ്ട് വെടികേട്ട് അതിൻ്റെ അകത്ത് നമ്മൾ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പലകയിട്ട് അതിന്റെ പുറത്ത് തൂഷണല വരച്ച് അതിൻ്റെ അകത്താണ് നമ്മൾ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുന്നത്. അപ്പൊ നമ്മൾ പല ദിവസങ്ങൾ പറഞ്ഞു, മൂലത്തിന്റെ അന്ന് രണ്ടിടത്തായിട്ട് നമ്മൾ എന്താ 2ഉം 3ഉം തൃക്കാക്കരയപ്പന്മാരെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. അതുപോലെ പൂരാടത്തിന്റെ അന്ന് അല്ലേ എത്ര എണ്ണമാണ്? പൂരാടത്തിന്റെ അന്ന് 2 സ്ഥലത്തായിട്ട് 7 അല്ലേ തൃക്കാക്കരയപ്പന്മാരെയും, ഉത്രാടത്തിന്റെ അന്ന് 9 പേരെയും, തിരുവോണത്തിന്റെ അന്ന് മഹാബലി അടക്കം 21 തൃക്കാക്കരയപ്പന്മാരെയും നമ്മൾ പ്രതിഷ്ഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? തിരുവോണത്തിന്റെ അന്ന് രാവിലെയാണ് നമ്മൾ മാവേലിയെ അല്ലേ മഹാബലിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ചാണകം കൊണ്ട് മെഴുകി വൃത്തിയാക്കിയ മുറ്റത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അരിമാവ് കൊണ്ട് ചതുർതളമായോ അഷ്ടതളമായോ വരച്ചിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ മഹാബലിയെ ഈ പീഠകളെല്ലാം നിരത്തി വെക്കുന്നതെന്ന് പറഞ്ഞു. നമുക്ക് അടുത്തതിലോട്ട് പോയാലോ? ശ്രദ്ധിച്ചേ, തൃക്കാക്കരയപ്പനെ വെച്ചു കഴിഞ്ഞാൽ ദിവസം 3 നേരവും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും പൂജിക്കണമെന്നുണ്ട്. നമ്മൾ തൃക്കാക്കരയപ്പന്മാരെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ദിവസം 3 നേരം രാവിലെ പൂജിക്കണം, ഉച്ചയ്ക്കും രാത്രിയും. അങ്ങനെ ഈ തൃക്കാക്കരയപ്പന്മാരെ നമ്മൾ എന്ത് ചെയ്യണം? പൂജിക്കണം അല്ലേ. വീട്ടിലെ പ്രായം ചെന്ന പുരുഷന്മാർ ആരെങ്കിലും ആയിരിക്കും പൂജ നടത്തുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലെ പ്രായം ചെന്നവരെ അപ്പനും അച്ഛനും ഒക്കെ ആയിരിക്കും ഈ പൂജ ചെയ്യുന്നത്. സാധാരണ ദിവസങ്ങളിൽ പഴവും ശർക്കരയും നിവേദിക്കും. എന്താണ്? ഈ അത്തമൂല വെച്ചിട്ട് അല്ലെങ്കിൽ മൂലനാൾ മുതൽ വെച്ചിട്ട് ആ ദിവസങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? പഴവോ അല്ലെങ്കിൽ ശർക്കരയോ ഒക്കെയാണ് നമ്മൾ മുമ്പിൽ വെച്ച് പൂജ നടത്തുന്നത്. തിരുവോണ നാളിൽ വിശേഷ വിധിയായി പൂവടയും പാൽപ്പായസവും നിവേദ്യത്തിന് ഒരുക്കാറുണ്ട്. എന്താണ്? നമ്മള് സാധാരണ ദിവസങ്ങൾ മൂലത്തിൽ വെച്ചു അല്ലെങ്കിൽ അത്തനാളിൽ തൃക്കാക്കരയപ്പന്മാരെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ അവർക്ക് 3 നേരം പൂജ നടത്തണം. അപ്പൊ നമ്മൾ എന്തൊക്കെയാ സാധാരണ ദിവസങ്ങൾ കൊടുക്കുന്നത്? ഒന്നെങ്കിൽ പഴവും ശർക്കരയും വെച്ചിട്ടാണ് നമ്മൾ പൂജ നടത്തുന്നത്. പക്ഷേ തിരുവോണ നാളിൽ പ്രത്യേകം പൂവട വേണം, പാൽപ്പായസം തുടങ്ങിയവയും നമ്മൾ നിവേദ്യത്തിന്റെ കൂടെ വെക്കാറുണ്ട്. തൃക്കാക്കരയപ്പനെ വെക്കുമ്പോഴും പൂജ നടത്തുമ്പോഴും എല്ലാം പൂവേ പൊലി എന്ന് ഉച്ചത്തിൽ വിളിക്കുകയും എല്ലാവരും ചേർന്ന് ആർപ്പ് വിളിക്കുകയും കുരവയിടലും നടത്താറുണ്ട്. അപ്പൊ നമ്മള് ഓണത്തിൽ നമ്മൾ കേൾക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പൂവേ പൊലി അല്ലേ. നമ്മൾ പൂ പറിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ പിള്ളേരെന്താണ് അത് പാടിക്കൊണ്ടൊക്കെയാണ് പൂ പറിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ പൂവേ പൊലി പാടി പാട്ടൊക്കെ പാടിയിട്ടാണ് പിള്ളേര് പൂ പറിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുന്ന സമയത്തായാലും അദ്ദേഹത്തിന് പൂജ നടത്തുന്ന സമയത്തായാലും ഒക്കെ നമ്മൾ എന്ത് പറയണം? പൂവേ പോലെ ആളുകൾ എന്ത് ചെയ്യും? ഉച്ചത്തിൽ വിളിക്കുകയും എല്ലാവരും ജനങ്ങളെ ആപ്പ് വിളിക്കുകയും കുരവിടുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇതിന് പൂവിളി എന്ന് പറയാം. അങ്ങനെ നമ്മൾ പൂവേ പോലെയൊക്കെ വിളിക്കുന്നത് എന്താ നമ്മൾ പറയുന്നത്? പൂവിളി എന്ന് പറയുന്നു. ഓണം കഴിഞ്ഞാലും തൃക്കാക്കരയപ്പനെ പെട്ടെന്ന് എടുത്തു മാറ്റുകയില്ല. ഇന്നിപ്പോ ഓണം തീർന്നു, നാളെ പെട്ടെന്ന് തൃക്കാക്കരയപ്പനെ അവിടെ നിന്ന് മാറ്റത്തില്ല. പൂരിട്ടാതി കഴിഞ്ഞ് നല്ല ദിവസം നോക്കി വേണം ഈ കൃത്യം നിർവഹിക്കാൻ. അപ്പൊ തൃക്കാക്കരയപ്പനെ വെക്കുന്നതിനും ഒരു സമയമുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞു ബ്രാഹ്മണരൊക്കെ ആണെങ്കിൽ അത്തനാളിൽ തന്നെ വെക്കും, സാധാരണക്കാരാണെങ്കിൽ മൂലനാളിൽ വെക്കും. അപ്പൊ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുന്നത് പോലെ തന്നെ എടുത്തു മാറ്റുന്നതിന് പ്രത്യേക സമയമുണ്ട്. നോക്കിക്കേ, പൂരിട്ടാതി കഴിഞ്ഞ് നല്ല ദിവസം നോക്കി വേണം ഈ കൃത്യം കഴിഞ്ഞ്. തിരുവോണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് പൂരിട്ടാതി കഴിഞ്ഞിട്ട് അല്ലേ, പൂരിട്ടാതി കഴിഞ്ഞിട്ട് നല്ല ദിവസം നോക്കി അത് എടുത്തു മാറ്റിക്കുള്ളൂ തൃക്കാക്കരയപ്പനെ. ഓണം കഴിഞ്ഞാൽ പിന്നെ പൂജയും നിവേദ്യവും പ്രധാനമല്ല. എങ്കിലും ദിവസത്തിൽ 1 നേരം പഴമോ മറ്റോ നിവേദിക്കാതിരിക്കരുതെന്നാണ് നിശ്ചയം. അപ്പൊ നമ്മള് മൂലത്തിന് വെച്ചു അല്ലെങ്കിൽ അത്തത്തിന് വെച്ചു. അപ്പൊ അന്ന് മുതൽ തിരുവോണം വരെ നമ്മൾ നിവേദനം നടത്താറുണ്ടെന്ന് പറഞ്ഞു. പഴമോ ശർക്കരയൊക്കെ വെച്ച് പൂജിക്കാറുണ്ടെന്ന് പറഞ്ഞു അല്ലേ. തിരുവോണത്തിന് നമ്മൾ എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞത്? ഒന്നുകിൽ പൂവടയും പാൽപ്പായസം ഒക്കെ വെച്ച് നമ്മൾ നിവേദ്യം ചെയ്യാറുണ്ട്. ഓണം കഴിഞ്ഞെന്നും പറഞ്ഞ് ചെയ്യാതിരിക്കരുതെന്നാ പറയുന്നത്. 1 നേരമെങ്കിലും, അങ്ങനെ നിർബന്ധമൊന്നുമില്ല, പക്ഷെ 1 നേരമെങ്കിലും ഓണം കഴിഞ്ഞാലും നമ്മൾ ആ തൃക്കാക്കരയപ്പനെ എടുത്തു മാറ്റുന്നിടം വരെ 1 നേരമെങ്കിലും എന്ത് ചെയ്യണം? നിവേദ്യം നടത്തണമെന്നാണ് പറയുന്നത്. മകൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇംഗ്ലീഷ് അടുത്തലോട്ട് പോട്ടെ. ശ്രദ്ധിച്ചിരുന്നേ. ഓണം വരുന്നതിന്റെ ഒരു ലക്ഷണം വില്ലുകൊട്ടലാണ്. തൃക്കാക്കരയപ്പനെ വയ്ക്കുന്ന സമയത്ത് വില്ല് കൊട്ടണമെന്നുണ്ട്. അപ്പൊ എന്താണ് വില്ലുകൊട്ടൽ? ഇല്ലേ, അടുത്ത ഓണവുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു കാര്യമാണ് വില്ലുകൊട്ടൽ എന്ന് പറയുന്നത്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ടിവിയിലെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടില്ലേ? നല്ല രസമാണ് അത് കേൾക്കാൻ അല്ലേ. ഓണം വരുന്നതിന്റെ ഒരു ലക്ഷണമാണ് എന്ത്? വില്ലുകൊട്ടൽ എന്ന് പറയുന്നത്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഇല്ലേ, അമ്പലങ്ങളിലൊക്കെ ഈ ഒരു ഓണ സമയത്ത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ വില്ലുകൊട്ടൽ എന്ന് പറയുന്നത്.
തൃക്കാക്കരയപ്പനെ വയ്ക്കുന്ന സമയത്ത് വില്ല് പൊട്ടണമെന്നുണ്ടോ? നമ്മൾ പറഞ്ഞില്ലേ, തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് എന്താണ് ഈ വില്ലുപൊട്ടൽ നടത്തണമെന്നാണ് പറയുന്നത്. തൃക്കാക്കര ക്ഷേത്രത്തിൽ ഉത്സവകാലത്ത് ഉപയോഗിക്കുന്ന വാദ്യങ്ങളുടെ കൂട്ടത്തിൽ വില്ലുപൊട്ടൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അത്ര. അപ്പൊ തൃക്കാക്കര അമ്പലത്തിലെ ആ അമ്പലത്തിൽ അവിടുത്തെ പ്രതിഷ്ഠ എന്താണ്? തൃക്കാക്കരയപ്പനാണ്. അപ്പൊ ആ ഒരു അമ്പലത്തില് ഈ എന്താണ് ഉത്സവകാലത്ത് ഉപയോഗിക്കുന്ന വാദ്യങ്ങളുടെ കൂട്ടത്തിൽ എന്താ വില്ലുപൊട്ടൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. കാരണം എന്താ, തൃക്കാക്കരയപ്പന് ഏറ്റവും ഇഷ്ടമുള്ള ഒന്ന് എന്താണ്? വില്ലുപൊട്ടലാണ്. അതുകൊണ്ട് തന്നെ തൃക്കാക്കര അമ്പലത്തില് ഉത്സവകാലത്ത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വാദ്യങ്ങളുടെ കൂട്ടത്തില് വില്ലുപൊട്ടൽ എന്ന് പറയുന്നത്. എന്താണ്? ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ്. തൃക്കാക്കരയപ്പന് ഇഷ്ടമുള്ള ഒരു വാദ്യവിശേഷം എന്ന നിലയ്ക്കാകണം വില്ലുപൊട്ടൽ ഓണച്ചടങ്ങുകളിൽ ഒന്നായി സ്വീകരിച്ചത്. അപ്പൊ തൃക്കാക്കരയപ്പന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ വില്ലുപൊട്ടൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓണസമയത്ത് തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഈ വില്ലുപൊട്ടൽ നടത്തുന്നത്. അടുത്ത നോക്കിക്കേ മക്കളെ, കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് പഴമൊഴി ഇല്ലേ? ഒരു പഴഞ്ചൊല്ലാണ്. അതായത് കാണം വിറ്റും ഓണം ഉണ്ണണം. ഓണനാളിൽ എത്ര പാവപ്പെട്ടവനായാലും അവന്റെ കുടിലും ഒരു ചെറിയ സദ്യക്ക് വട്ടം കൂട്ടിയിരിക്കും ഇല്ലേ? എത്ര ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ഓണക്കാലമാകുമ്പോൾ ഒരു ചെറിയ സദ്യക്കുള്ള നമ്മൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചിരിക്കും. ഓണസദ്യ ഒഴിച്ചുകൂടാനാകാത്ത ഒരു അത്യാവശ്യമായി ഓരോ മലയാളിയും വിശ്വസിക്കുന്നു അല്ലെ? നമ്മുടെ ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട അതിലൊരു കാര്യമാണ് ഓണസദ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇല്ലേ, അതൊരു പ്രത്യേകതയാണ്. അങ്ങനല്ലേ? കാരണം നമ്മൾ എല്ലാ ദിവസവും വീട്ടില് പായസവും കൂട്ടി അത് എല്ലാ കറികളും വെച്ചിട്ടാണ് നമ്മൾ ചോറ് കഴിക്കാറുള്ളതല്ല. അപ്പം ഓണത്തിന്റെ എന്താണ് നമ്മൾ എല്ലാ കറികളും വെച്ച് എന്താണ് എല്ലാവരും ഒത്തൊരുമിച്ച് എല്ലാവരും ഒത്തുകൂടി ഇരുന്ന് ഉച്ചയ്ക്ക് പായസമൊക്കെ വിളമ്പില്ലേ, അതൊക്കെ കഴിച്ച് നമ്മൾ കൂട്ടി സദ്യ കഴിക്കുന്നത്. അതൊരു പ്രത്യേകതയാണ്. അപ്പൊ എന്താ, ഓണസദ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണത്തിന് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ഘടകം തന്നെയാണ്. വിഭവസമൃദ്ധമായ ഒരു സദ്യ ഒരുക്കുക എന്നല്ലാതെ അതിനെപ്പറ്റി പ്രത്യേകം ഒന്നും പറയാനില്ല. ശരിയല്ലേ? ഓണത്തിന് എന്താ വിഭവസമൃദ്ധമായിട്ട് ഒരു സദ്യ ഒരുക്കുക, ഇതല്ലാതെ വേറെ ഉണ്ടോ ഓണസദ്യയില്? ഇല്ല. നോക്കിക്കേ, അടുത്തത് ഓണപ്പുടവ കൊടുക്കുക എന്നൊരു കാര്യമുള്ളത് വലിയവർ മറന്നാലും കുട്ടികൾ മറക്കുകയില്ല. ശരിയല്ലേ? ഓണത്തിന് വലിയവർ അങ്ങനെ മറക്കാറില്ല ഓണപ്പുടവ കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ വീട്ടിൽ നമുക്ക് അച്ഛനമ്മയൊക്കെ ഓണക്കോടി മേടിച്ചു തരും. അതുപോലെ നമ്മുടെ ബന്ധുക്കളും അപ്പൂപ്പനും അമ്മയും ഒക്കെ നമുക്ക് ഓണക്കോടി മേടിച്ചു തരാറുണ്ട്. അപ്പൊ എന്താ, മുതിർന്നവർ അഥവാ ആ കാര്യം മറന്നു പോയാലും നമ്മൾ കുട്ടികൾ അത് മറക്കില്ല. നമ്മൾ ഓർത്ത് പറയാം, അയ്യോ എനിക്ക് ഓണക്കോടി മേടിച്ചില്ലല്ലോ എന്ന് നമ്മൾ സൂചിപ്പിക്കും അല്ലേ? അപ്പൊ എന്താ, ഓണത്തിന് ഓണക്കോടി എന്ന് പറയുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്. തറവാട്ടിലെ തലമൂത്ത കാരണവർ വീട്ടിലെല്ലാവർക്കും ഓണപ്പുടവ സമ്മാനിക്കുന്നു അല്ലേ? പണ്ട് കാലത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയായിരുന്നു. കാരണം കൂട്ടുകുടുംബമായിരുന്നു അന്ന്. എല്ലാവരും കുടുംബത്തിലെ അപ്പനപ്പൂപ്പന്മാർക്ക് ഇങ്ങനെ പല തലമുറകൾ എല്ലാവരും ഒരുമിച്ച് ഒരു തറവാട്ടിൽ ഒരു വീട്ടിൽ കഴിയുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ആ കുടുംബത്തിലെ ഏറ്റവും മൂത്ത കാരണവരായിരിക്കും ഓണത്തിന് എല്ലാവർക്കും ഓണപ്പുടവ സമ്മാനമായി നൽകുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെ ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ചുരുക്കം ചില സ്ഥലങ്ങളിലെ നമുക്കത് കാണാൻ പറ്റൂ. കാരണം എന്താ, ആ ഒരു കൂട്ടുകുടുംബം എന്നുള്ള രീതി മാറിയിട്ട് എല്ലാവരും എന്താ, ഒന്നുകിൽ ഒരു അച്ഛനമ്മ, 2 മക്കൾ, അല്ലെങ്കിൽ അപ്പൂപ്പൻ അമ്മ, ഇവരും കൂടെ അഡീഷണൽ ആയിട്ട് കാണും. അല്ലെങ്കിൽ അച്ഛനമ്മ 3 മക്കള്. ചിലപ്പോൾ ചില കുടുംബത്തിൽ അപ്പൂപ്പനും അമ്മയും കാണില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ കുടുംബം ചുരുങ്ങി. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തില് ഒന്നുകിൽ നമ്മൾ അപ്പൂപ്പനെ അമ്മൂമ്മയെ കാണാൻ പോവും, അവർക്ക് ഓണപ്പുടവ കൊണ്ടു കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിൽ ബന്ധുക്കൾ വരുമ്പോൾ നമുക്ക് ഓണപ്പുടവ കൊണ്ടുതരും. അപ്പൊ ഈ ഒരു കാഴ്ചയിലെ എല്ലാവരും കാണുന്നത്. അല്ലാതെ കുടുംബത്തിലെ തലമൂത്ത കാരണവർ നമുക്ക് അങ്ങനെ ഓണപ്പുടവ സമ്മാനിക്കുന്ന ആ ഒരു കാഴ്ച കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവരും കൂടെ വിളിച്ചു കൂട്ടി? ഇല്ല അല്ലേ? എന്താ പറയുന്ന, തറവാട്ടിലെ തലമൂത്ത കാരണവർ വീട്ടിലെല്ലാവർക്കും ഓണപ്പുടവ സമ്മാനിക്കുന്നു. കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവരും ഓണക്കോടിയും എടുത്ത് ആഹ്ലാദിച്ചു നടക്കും അല്ലേ? ഓണക്കോടി കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ കയ്യില് പുതിയൊരു ഉടുപ്പ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. അപ്പൊ അതും ഇട്ട് എല്ലാരെയും ഒന്ന് കാണിക്കുക അല്ലെ? എല്ലാരെയും മുമ്പിൽ കൂടെ ഒന്ന് അല്ലെ നല്ല ചെത്തി ഒരുങ്ങി നടക്കുക. അപ്പൊ നമുക്ക് എന്താ, ആഹ്ലാദ സന്തോഷം. അപ്പൊ നമ്മൾ ആ ഓണക്കോടിയൊക്കെ ഇട്ട് ആഹ്ലാദിച്ച് നടക്കും ഓണസമയത്ത് അല്ലേ? ശരിയല്ലേ ടീച്ചർ പറയുന്നത്? അതുകൊണ്ട് എല്ലാവർക്കും ഓണമൊക്കെ ഇഷ്ടമാണ്, ഓണം ആഘോഷിക്കാനും ഇഷ്ടമാണ്. കാരണം ഓണസദ്യ കിട്ടും, ഓണക്കോടി കിട്ടും അല്ലേ? ഒരുപാട് ബന്ധുക്കളെയൊക്കെ കാണാൻ പറ്റും. അപ്പം നമ്മൾ എന്തോ പറഞ്ഞത്, നമ്മുടെ ഓണക്കാലത്തെ കുറിച്ചില്ലേ? നമ്മുടെ ഓണക്കാലത്തെ കുറിച്ചും ഓണാഘോഷത്തെ കുറിച്ചാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓണത്തിന് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മൾ ഓണത്തിന് അത്തപ്പൂ ഇടുന്ന കാര്യം പറഞ്ഞു, തൃക്കാക്കരയപ്പനെ വെക്കുന്നുണ്ട് അല്ലേ? ആ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഓണസദ്യയെ കുറിച്ചും ഓണസമയത്ത് കണ്ടുവരുന്ന വില്ലുപൊട്ടൽ അതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഈ പാഠത്തിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത് ടീച്ചർ പഠിപ്പിച്ചത് മനസ്സിലായോ മക്കൾക്ക്?
എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇത് ടീച്ചർ പഠിപ്പിച്ച ഇത്രയും ഭാഗം ടീച്ചറിന് വായിച്ച് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചു തരണം കേട്ടോ. ക്ലാസ് കഴിഞ്ഞ് ചെയ്യാം. താങ്ക് യു.